എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വിഷയം ഹെർണിയ കൂടുതൽ അറിയാം, ഓപ്പറേഷൻ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ്. ആദ്യമായിട്ട് ഡോക്ടർ ജോളിയോട് ചോദിക്കാനുള്ളത്, ഈ ഹെർണിയ എന്ന് പറയുമ്പോൾ കൊച്ചു പിള്ളേർക്ക് വരാം, മുതിർന്നവർക്ക് വരാം, പിന്നെ അല്ലെങ്കിൽ വളരെ പ്രായം ചെന്നവർക്ക് വരാം എന്നൊക്കെയാണ്. ഈ സാധാരണ ഈ കൊച്ച് ജനിച്ചു കഴിയുമ്പോൾ തന്നെ ഈ അംബിലിക്കൽ ഒരു ഇങ്ങനെ ഈ തടിപ്പ് പോലെയൊക്കെ കാണുന്നത് തൊട്ട് അതും ഹെർണിയയുടെ തന്നെ ഒരു വകഭേദമാണോ? എന്താണ് ശരിക്കും ഈ ഹെർണിയയുടെ പിന്നിലുള്ള കാരണങ്ങൾ? ഹെർണിയയ്ക്ക് ഒന്ന് കൺജനിറ്റൽ, അതായത് നമ്മുടെ ബേസിക്കലി ഹെർണിയയ്ക്ക് കാരണം ഒന്ന് മസിലിന്റെ അവിടുത്തെ വീക്ക്നെസ്, അല്ലെങ്കിൽ നമ്മുടെ അബ്ഡോമിനൽ, മിക്കവാറും അബ്ഡോമിനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഹെർണിയാസ് എല്ലാം തന്നെ വരുന്നത്. അല്ലാത്ത ഹെർണിയയും കൊണ്ട് ഒരു സ്ഥലത്തെ പ്രഷർ കൂടുകയോ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള അതിനകത്തെ കണ്ടന്റ്, ഒരു സ്ഥലത്തെ ഇപ്പം വയറിനകത്തെ പ്രഷർ കൂടുക, അതിനകത്ത് കൂടുതൽ സാധനം വരുമ്പോൾ അതിനകത്തെ പ്രഷർ കൂടും. അപ്പോൾ അത് പുറത്തേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി കൂടുതൽ വരും. അപ്പോൾ അത് എവിടെയാണെങ്കിലും നമ്മുടെ വയറുണ്ടാക്കിയേക്കുന്നത് തന്നെ, പ്രത്യേകിച്ച് നമ്മുടെ വയറിന്റെ മുൻഭാഗം മസ്കുലർ ആക്കിയിരിക്കുന്ന അത് വികസിക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി, ഗ്യാസ് കെട്ടിയോ അല്ലെ ഭക്ഷണം കഴിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിന് വികസിക്കാൻ പറ്റണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ ക്രിയേറ്റർ അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത്. അത്ര നല്ല സൂപ്പർ ഡിസൈൻ ആണെന്നുള്ളതാണ്. അപ്പൊ അതിനകത്തൊരു വീക്ക്നെസ്, അതായത് ആ വാളിൽ വീക്ക്നെസ് വരുമ്പോൾ മിക്കവാറും മസിലിലായിരിക്കും വീക്ക്നെസ് വരുന്നത്. മസിലിന് പുറകെ സ്കിന്നും കൂടെ ഉണ്ട്. അപ്പൊ മസിലും ഫേഷ്യം, അത് കഴിഞ്ഞ് നമ്മുടെ ബോഡിയുടെ സ്ട്രക്ചർ അങ്ങനെയാണോ, ഏറ്റവും ഉള്ളിൽ ബോണ്, അതിന് പുറമെ മസില്, മസിലും ഫേഷ്യയായിട്ടും ഉണ്ടാകും, അതിന് പുറമെ സ്കിന്നും സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ ആണ്. ഇപ്പൊ ഈ വയറിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ മുകളിൽ നമ്മൾ പുറമേ കാണുന്ന അബ്ഡോമിനൽ വാളുണ്ട്, അതിന്റെ അപ്പർ ഭാഗത്ത് നമുക്ക് കുറച്ച് ബോണുണ്ട്, റിബൊക്കെ വാരിയല്ലുകളുണ്ട്, അതിനെയും ഘടിപ്പിച്ച് നിർത്തുന്നത് ബോണാണ്, മസിലാണ്. പിന്നെ മുൻവശത്ത് ഉള്ളിൽ മസിൽ, പിന്നെ പുറമെ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ്, പിന്നെ സ്കിന്ന്. ഇതാണ് അതിന്റെ പാറ്റേൺ. പുറകിലാണ് നട്ടെല്ലും കൂടെ വരുന്നുണ്ട്. അപ്പൊ കുറച്ചും കൂടെ പ്രൊട്ടക്ഷൻ. അതുകൊണ്ട് നട്ടെല്ലവിടെ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് വികസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മുമ്പോട്ടാണ് വയറിന് എപ്പോഴും വികസിക്കാൻ പറ്റുക. ഈ ഹെർണിയകൾ വരുന്നത് ഹയറ്റസ് ഹെർണിയ എന്നും പറഞ്ഞു വരും. അത് ഹയറ്റസ് ഹെർണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഡയഫ്രോം ചെസ്റ്റ്, അതായത് നെഞ്ചിന്റെ ക്യാവിറ്റിയും വയറും കൂടെ തമ്മിലുള്ള ഒരു പാർട്ടിഷനാണ്. ആ പാർട്ടിഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് മസിൽ വെച്ച ഡയഫ്രം. അതാണ് നമ്മളുടെ മേജർ റെസ്പിറേറ്ററി മസിൽ. ശ്വാസം നമ്മൾ എടുക്കാനും സഹായിക്കുന്നത് അതാണ്. അതായത് നമ്മുടെ ഇൻട്രാതൊറാസിക് നെഞ്ചിനകത്തെ പ്രഷർ വേരിയേഷൻ വരുത്തിയാണ് നമ്മൾ ഈ ശ്വാസം ഉള്ളിലേക്ക് പോകും, പുറത്തോട്ട് വരികയും ചെയ്യുന്നത്. അതിനെ കൺട്രോൾ ചെയ്യുന്നതിന് ഒരു മേജർ പാർട്ട് വഹിക്കുന്നത് ആ മസിലാണ്. പിന്നെ ഉള്ളത് നമ്മുടെ വയറിനകത്തെ കണ്ടന്റ്. അപ്പം എപ്പോഴും നമ്മൾ ഹെർണിയ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ അംബിലിക്കൽ ഹെർണിയാണ് നമ്മളെപ്പോഴും ഏറ്റവും കൂടുതൽ കാണാറുള്ളത്. അതാ വയറിന്റെ അംബലിക്കസ്, പൊക്കിളിന്റെ അതിൽ പുറത്തേക്ക് വരുന്നത്. അപ്പൊ അവിടെ ഒരു നമുക്കറിയാമല്ലോ, പൊക്കിൾ കൊടി വരുന്ന സ്ഥലമാണ്. അപ്പൊ അതായത് നമ്മുടെ അമ്മയുടെ യൂട്രസിൽ നിന്നുള്ള ബ്ലഡ് സർക്കുലേഷന് നമുക്ക് കുഞ്ഞിലേക്ക് കയറി പോകുന്ന സ്ഥലമാണ്. അപ്പൊ ആ പൊക്കിളിന്റെ ആ ചുറ്റുമുള്ള മസിലും അവിടുത്തെ ആ ടിഷ്യൂവിൻ്റെയും ക്ലോസിങ് കറക്റ്റായി, അതിന്റെ വളർച്ചയും ക്ലോസിങ്, അതായത് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതിലൊക്കെ വരുന്നൊരു വീഴ്ച കൊണ്ടാണ് കുഞ്ഞുങ്ങളിൽ അംബിലിക്കൽ ഹെർണിയ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ അവരുടെ ജന്മസമയത്ത് തന്നെ കൺജനിറ്റൽ അബ്നോർമാലിറ്റി ആയിട്ട് വരാം, അബ്ഡോമിനൽ വാള് തന്നെ ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ കുഞ്ഞിന് പുറമെ മസിലൊന്നും ഉണ്ടാവില്ല അബ്ഡോമിനൽ വാളില്, അതിന്റെ സ്കിൻ മാത്രം കവറേ ഉണ്ടാവുള്ളൂ. അത് തന്നെ ഇങ്ങനെ നമുക്ക് ഉണ്ടാകുമ്പോൾ തന്നെ വലിയ ഹെർണിയൊക്കെയാണ്, ജസ്റ്റ് അംബിലിക്കൽ ഹെർണിയ അല്ല, അത് വയറിന്റെ ഈ ഇൻഡസ്റ്റൈൻ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് കാണുന്ന പോലെ. അതൊക്കെ പിന്നെ സർവൈവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് അത്ര നിലയിൽ. പക്ഷെ ജസ്റ്റ് ഹാർട്ടിന് ഉള്ള ഒരു പ്രോബ്ലം, ഹാർട്ടിന്റെ മസിലിന് വീക്ക്നെസ് വരുമ്പോഴാണല്ലോ ഹാർട്ടിൽ തുള വന്നു, കൺജന്റൽ ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത് അതേ സിറ്റുവേഷൻ തന്നെയാണ്. പിന്നെ പ്രായമായവർ വരുന്ന ഇൻഗ്വനൽ ഹെർണിയ ഉണ്ട്, അതുപോലെ ഇൻസിഷണൽ ഹെർണിയ. പലപ്പോഴും പല ഹെർണിയയുടെയും കാരണം ഓപ്പറേഷനുകളിലോട് കൂടി വരുന്ന വീക്ക്നെസ് ആണ്. അത് ഇപ്പം ലേഡീസിലാണ് ഹിസ്റ്റക്ടമി, യൂട്രസ് എടുത്ത് കളയുന്ന ഓപ്പറേഷൻ കഴിഞ്ഞു വരാം, സിസേറിയൻ കഴിഞ്ഞു വരാം, ഏത് ഓപ്പറേഷൻ കഴിഞ്ഞു. ഇപ്പം നമ്മളിപ്പം
ഇപ്പം ഹെർണിയസ് ശരിക്കും പറഞ്ഞാൽ കൂടി കൂടി വരികയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓപ്പറേഷൻ കൂടുന്നു, അതുകൊണ്ട് തന്നെ ഹെർണിയകൾ കൂടുന്നു. പിന്നെ ഈ നമ്മളുടെ ഈ കീഹോൾ സർജറീസ് വന്നു കഴിഞ്ഞപ്പോഴും ഹെർണിയ കൂടുന്നുണ്ട്. കാരണം അമ്പലിക്കൽ ഹെർണിയ കൂടി വരുന്നു. കാരണം മിക്കവാറും ഉള്ള എല്ലാത്തിലും ഈ അമ്പലിക്കസ് പുക്കിളിൽ കൂടെ ആയിരിക്കും ഈ മെയിൻ ഏറ്റവും വലിയ ഈ ക്യാമറയൊക്കെ വേണ്ട ടെലിസ്കോപ്പൊക്കെ കയറ്റാനുള്ള പഞ്ചർ അതിലൂടെയാണ് വരുന്നത്. അതിന് മിക്കവാറും ഒരു 1 സെന്റിമീറ്ററിലും വലിപ്പം ഉണ്ടാവും. പിന്നെ ചിലതിലൊക്കെയാണ് ചിലപ്പോൾ അതിലും കൂടുതൽ ഉണ്ടാകും. അതിനകത്തൂടെ തന്നെ ഓപ്പറേറ്റിംഗ് ഇൻസ്ട്രുമെന്റൂടെ ഒക്കെ കയറ്റേണ്ടി വരുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അത് ഇതിന്റെ സ്റ്റിച്ചിങ്ങും ഒക്കെ കുറയും. പിന്നെ അതുപോലെ തന്നെ എല്ലാവരുടെയും വിചാരവും എല്ലാവരും എപ്പോഴും പറയുന്നതും കീഹോൾ സർജറി ആണെങ്കിൽ റെസ്റ്റ് വേണ്ട എന്നാണ്. പക്ഷെ അങ്ങനെ കീഹോൾ സർജറി ആണെങ്കിലും വേണ്ട പോലെയൊക്കെ റെസ്റ്റ് ഒക്കെ എടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിൽ കൂടെ ഹെർണിയ വരാനുള്ള സാധ്യത കൂടും. പിന്നെ ഇപ്പോൾ അതുപോലെ തന്നെ എല്ലാം ഈ ലാപ്രോസ്കോപ്പിക്കാണ് ഹിസ്റ്റക്ടമി ഒക്കെ ചെയ്യുന്നത്. അപ്പം പലപ്പോഴും യൂട്രസ് എടുത്ത് കളയുന്നത് താഴെ കൂടെ ആയിരിക്കും, വജേനയിൽ കൂടെ ആയിരിക്കും. അപ്പോൾ വജേനയിൽ കൂടെ ഉള്ള ഹെർണിയ വജേനൽ വോൾട്ട് ഹെർണിയ എന്ന് പറയും, ലേഡീസിൽ വരുന്ന ഇതാണ്, പ്രത്യേകിച്ച് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അതിന്റെ ചാൻസ് കൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മൾട്ടിപ്പിൾ രീതിയിൽ നമുക്ക് ഹെർണിയസിന്റെ ചാൻസസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഹെർണിയ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആണ് വേദന എടുക്കുക, ചിലപ്പോൾ വേദന എടുക്കൂല എന്നൊക്കെ പറയുമ്പോൾ, അപ്പൊ ഈ കുട്ടികളിലാണെങ്കിലും ഇത് ഇങ്ങനത്തെ ഹെർണിയാസ് കാണാറുണ്ട്. അപ്പം എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക? ഹെർണിയ എന്ന് പറഞ്ഞ ഒരു വയറിനകത്ത് നമ്മൾ ജനറലി എടുക്കുമ്പം വയറിനകത്ത് കണ്ടന്റ്, അതായത് ബവല് അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ഫാറ്റ്, ഈ വയറിന്റെ മുമ്പിൽ ഒരു കേർട്ടൻ പോലെ ഒരു ഓമെന്റർ എന്ന് പറഞ്ഞൊരിതുണ്ടാവും. പിന്നെ ഈ വയറിന്റെ ഈ ഇൻറ്റസ്റ്റൈൻ അങ്ങനെ വെറുതെ അവിടെ കിടക്കുകയല്ല, അതിനെ നമ്മുടെ ബാക്ക് വോൾ, അതായത് പുറത്തേക്ക് ഒരു ഫ്രില്ല് പോലെയാണ് ഇത് പിടിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അതങ്ങനെ അവിടെ ഒരു പ്രത്യേക രീതിയിലാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ, എല്ലാവരുടെയും ഒരുപോലെ സ്ട്രക്ചർ ആയിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്ന് അതെപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. ഇൻറ്റസ്റ്റൈൻ എപ്പോഴും അതിനകത്തെ ഇൻറ്റസ്റ്റൈൻ മൂവ് ചെയ്യുന്നതനുസരിച്ചാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ താഴേക്ക് ആമാശയത്തിൽ നിന്ന് ചെറുകുടലിൽ വന്ന്, ചെറുകുടലിൽ നിന്ന് വൻകുടലിന്റെ തന്നെ പല ഭാഗങ്ങളുണ്ട്, അതിലെല്ലാം കയറി ഇറങ്ങി വൻകുടലിൽ വന്ന് രക്തത്തിൽ വന്ന് ഏനസിൽ കൂടെ പുറത്തു പോകുന്നത്. അപ്പൊ ഇതിന്റെ ഈ കുടലിന്റെ ഏതെങ്കിലും ഭാഗം എവിടെയെങ്കിലും വീക്ക്നെസ് ആയിരിക്കുമ്പം പുറത്തേക്ക് തള്ളി വരും. അത് പ്രത്യേകിച്ച് നമ്മൾ ചുമയൊക്കെ വരുമ്പോഴാണ് കൂടുതൽ, അല്ലെ വെയിറ്റ് ലിഫ്റ്റിംഗ് പോലെയുള്ള നമ്മൾ ചെയ്യുമ്പോഴായിരിക്കും. അതായത് നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് നമ്മൾ വെയിറ്റ് ഒക്കെ ലിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലെ പ്രഷർ കൂടും. അതായത് ക്യാവിറ്റി, എല്ലാ ക്യാവിറ്റിക്കും ഒരു പ്രത്യേകതരം പ്രഷർ ഉണ്ട്. ആ പ്രഷർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പുറത്തേക്ക് തള്ളി വരും. പ്രത്യേകിച്ച് നമുക്ക് ഓവർ വെയിറ്റോ അല്ലെങ്കിൽ ഇപ്പൊ വയറിന് എന്തെങ്കിലും അസ്വസ്ഥതയായിട്ട് ഇവൻ ഭക്ഷണം എന്തെങ്കിലും കഴിച്ചു, ശരിയാകാതെ ഭക്ഷണം കഴിച്ചു, ഗ്യാസ് കെട്ടി നിൽക്കും, അതിൻ്റെ കൂടെ ചുമയും കൂടെ ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമായിരിക്കും. അപ്പൊ മിക്കവാറും എപ്പോഴും ഒന്നെങ്കിൽ വെയിറ്റ് ലിഫ്റ്റിംഗ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വന്ന് ചുമ വന്നു കഴിയുമ്പോഴായിരിക്കും ഇത് വരുന്നത്. അപ്പൊ ഏതെങ്കിലും വീക്ക് പാർട്ടിൽ കൂടെ ഇത് പുറത്തേക്ക് വരും. പുറത്തേക്ക് വന്നെന്നും കരുതി വേദന വരികയില്ല. പുറത്തേക്ക് അത് അപ്പം തന്നെ അകത്തേക്ക് പോവുകയാണ്, ചുമച്ചു കഴിഞ്ഞു, അത് വേദന വരികയില്ല. പക്ഷെ ഈ പുറത്തേക്ക് വന്നതിന് അകത്ത് നല്ല പ്രഷറിൽ വന്നപ്പോൾ ചുമയൊക്കെ വന്നാൽ വെയിറ്റ് പൊക്കിയപ്പോഴേ പുറത്തേക്ക് വന്നു. പക്ഷെ അത് പോയി കഴിഞ്ഞിട്ട് അത് തിരിച്ചു പോകാൻ അതിന് പറ്റിയില്ല. ആ പ്രഷറിന്, ആ നെഗറ്റീവ് പ്രഷർ വെച്ചിട്ട് അത് തിരിച്ചു പോകാതെ അതവിടെ ബ്ലോക്കായി നിൽക്കും. ബ്ലോക്ക് ആകുമ്പോൾ ആദ്യം എന്ത് പറ്റും, ഈ ലിംഫാറ്റിക്സ് ഒക്കെ ബ്ലോക്ക് ആകും. ലിംഫാറ്റിക്സ് ബ്ലോക്കായി അവിടെ നീര് കെട്ടാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബ്ലഡ് സർക്കുലേഷനും കൂടെ ബ്ലോക്കായി ആ ടിഷ്യൂ തന്നെ രക്തം കിട്ടാതെ ഡാമേജ്ഡ് ആയി പോകും, അത് ഡെഡ് ആയി പോകും. അല്ലെങ്കിൽ രക്തഓട്ടം ഇല്ലാതെ വരുമ്പോഴാണ് നമുക്ക് ഈ വേദന വന്നു തുടങ്ങുന്നത്. ഈ വേദന വന്നാലും വിതിൻ 6 hours എങ്കിലും അത് റിലീസ് ചെയ്ത് ഓപ്പറേറ്റ്, ഇപ്പം ഒരിക്കൽ നീര് കെട്ടിയാൽ പിന്നെ നമുക്ക് തിരിച്ചാക്കാൻ പറ്റില്ല. അതേസമയം നമുക്ക് ഓൾറെഡി ഹെർണിയ ഉണ്ടെന്നറിയാവുന്ന ഒരാൾക്ക് ഒരു ചുമയൊക്കെ ചുമച്ച് അതിങ്ങനെ പുറത്തേക്ക് കൂടുതൽ വന്നിട്ടുണ്ട്, തന്നെ പോകുന്നുണ്ടോ എന്ന് നോക്കുക. പ്രത്യേകിച്ച് നമ്മളൊന്ന് കിടന്നാൽ മതിയാവും മിക്കവാറും തന്നെ, എന്നിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ അത് ഉള്ളിലേക്ക് പോകും. അങ്ങനെ പോകാതെ നമ്മളത് അറിയാതെയും ഇരുന്ന് അതിനെ തിരിച്ചു വിട്ടില്ലെങ്കിലാണ് നീർക്കെട്ട് വരുന്നത്. നീർക്കെട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാനുവലി, അതായത് മാനുവൽ കറക്ഷൻ എന്ന് പറയും, നമ്മൾ തന്നെ മസാജ് ചെയ്ത്, ഇപ്പോൾ ഡോക്ടറാണെങ്കിൽ കാണുമ്പോൾ അതൊന്ന് മസാജ് ചെയ്ത് ആ ബ്രീത്തിങ്ങിന്റെ എക്സസൈസ്, നമ്മൾ ശ്വാസമൊക്കെ പുറത്തേക്ക് വിട്ട് ഇൻട്രാബ്ഡോമിനൽ പ്രഷർ കുറച്ച് പ്രത്യേക രീതിയിൽ നമുക്ക് അതിനെ അകത്തേക്ക് കയറ്റിവിടാം. അകത്തേക്ക് കയറ്റിവിട്ടാൽ പിന്നെ അപ്പം റിസ്ക് ഇല്ല. പക്ഷെ
പിന്നെയും ചുമ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വരാം. അപ്പം നമ്മൾ എന്തുകൊണ്ട് വന്നിരിക്കുന്നതാണ്, ഇത് എക്സസൈസ് കൊണ്ട് ആ മസിൽ ശരിയാക്കി എടുത്ത് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ? എക്സസൈസ് കൊണ്ട് മസിൽ ശരിയാക്കുന്നതിനേക്കാളും പ്രധാനം എക്സസൈസ് കൊണ്ട് നമ്മളുടെ ഈ വയറിനുള്ളിലെ കൊഴുപ്പും അങ്ങനത്തെ സാധനങ്ങളും കുറച്ച് ഇൻട്രാഡെർമൽ പ്രഷർ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ വൺസ് വേദന വന്നിട്ടുണ്ടെങ്കിൽ, നല്ല വേദനയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഛർദിലും അങ്ങനെ അസ്വസ്ഥതകളെല്ലാം വരും. അങ്ങനെ വന്ന് വിതിൻ 6 hours നമ്മളാണെങ്കിൽ മിക്കവാറും ഗുണം സേവ് ചെയ്യാൻ പറ്റും. ആ രക്തോട്ടം ബ്ലോക്ക് ആയി പോയത് വേഗം തന്നെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിവൈവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു 2-3 ദിവസം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ പഴുപ്പാകും. പിന്നെ ആ കുടൽ എന്ത് ഭാഗമാണോ അങ്ങോട്ട് വന്നത് രക്തം കിട്ടാതെ അത് നെക്രോസിസ് ആകുക എന്ന് പറയുന്നതാണ് നമ്മൾ മെഡിക്കൽ ടേംസിൽ പറയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗം മുറിച്ച് കളഞ്ഞ് പിന്നെ അതിനപ്പുറത്തേക്കുള്ള കറക്റ്റായിട്ടുള്ള ഭാഗവും ജീവനുള്ള ഭാഗവുമായിട്ട് കണക്ട് ചെയ്ത് ഓപ്പറേഷനിൽ കൂടെ കറക്റ്റ് ചെയ്യേണ്ടി വരും. അതാണ് അതിനകത്ത് വേണ്ടി വരുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഇത് ഹെർണിയ ഉണ്ടെങ്കിൽ നേരത്തെ തിരിച്ചറിയുക, ഉണ്ടെങ്കിൽ നമ്മൾ ചുമക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രിക്കോഷൻസ് എടുക്കുക. അങ്ങനെ നമുക്ക് ഓപ്പറേഷൻസ് പലപ്പോഴും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ എക്സസൈസ് ചെയ്ത് നമ്മളുടെ മസിലും ബോണും, എക്സസൈസ് മാത്രമല്ല ന്യൂട്രീഷൻ പലപ്പോഴും നമുക്കറിയാമല്ലോ, പ്രായമാകുമ്പോഴേക്കുമൊക്കെ വരുന്ന ആ ന്യൂട്രീഷനും മസിലും ഒക്കെ പോകുമ്പോഴാണ് പ്രായമായവരിൽ ഹെർണിയ വരുന്നത്. പിള്ളേരിൽ അമ്മ ഭക്ഷണത്തിന് നേരെ കറക്റ്റ് ന്യൂട്രീഷൻ കിട്ടാതെ വരുമ്പം ആ അബ്ഡോമിനൽ വാൾ വീക്കായി പോകുന്നത് കൊണ്ടാണ്. മിക്കവാറും നമ്മൾ ഈ കൺജന്റൽ ഹാർട്ട് ഡിസീസ് എന്ന് പറയും. പിന്നെ കുഞ്ഞു പിള്ളേരിൽ വരുന്നത് ഹൈറ്റസ് ഹെർണിയ. ഈ കുടല് ശരിക്കും ലങ്സ് തൊറാസിക് ക്യാവിറ്റി അല്ലെങ്കിൽ നെഞ്ചിനകത്തേക്ക് പോകും. അത് കൊച്ചു ജനിക്കുന്നതിന് മുമ്പ് മരിച്ചു പോകും. കാരണം അവരുടെ ലങ്സിന്റെ വളർച്ചയൊന്നും കിട്ടാതെ. അപ്പൊ ഹൈറ്റസ് ഹെർണിയ കൊച്ചു പിള്ളേരിൽ, അതായത് കൊച്ചു പിള്ളേരിൽ ഹൈറ്റസ് ഹെർണിയ വന്നിട്ടുണ്ടെങ്കിൽ ആ കൊച്ചു ലൈഫ് കിട്ടുകയില്ല. അതിന് ഇപ്പം കുറച്ചിങ്ങനെ ഇൻട്രായൂട്രൈൻ സർജറീസും ഒക്കെ ട്രൈ ചെയ്തിരിക്കുന്ന അത്ര ഇതിലാണ്. പക്ഷെ അതൊന്നും അത്ര ബെനഫിഷ്യൽ അല്ല അത്ര. ശരിക്കും അതൊക്കെ കൊച്ചിന് വേണ്ട ന്യൂട്രീഷൻ കിട്ടാത്തതുകൊണ്ടാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാവരുടെയും പലപ്പോഴും എല്ലാവരും കരുതുന്നത് എന്തോ ദൈവം ഇങ്ങനെ തരുന്ന ഒരു ശിക്ഷ പോലെ, അല്ലെങ്കിൽ അത് രോഗമായിട്ടാണ്. പലപ്പോഴും കൊച്ചു പിള്ളേരിലെ കൺജന്റൽ അബ്നോർമാലിറ്റി, ഹൈറ്റസ് ഹെർണിയ വന്ന് ലങ്സിന് വിഷയം വരിക, ഹാർട്ടിന് വരുന്ന പ്രശ്നങ്ങൾ, കൺജന്റൽ ഹാർട്ട് ഡിസീസ്, അബ്ഡോമിനൽ വാള് തന്നെ ഇല്ലെന്നാകുന്ന സിവിയർ അബ്ഡോമിനൽ ഹെർണിയ വരാം, അമ്പലിക്കൽ ഹെർണിയ. പിന്നെ ഈ ചെറിയ രീതിയിലുള്ളത്. അങ്ങനെ ഈ ഹെർണിയസിന്റെ എല്ലാം കുട്ടികൾക്ക് വേണ്ട ന്യൂട്രീഷൻ വയറിൽ കിടന്നപ്പം കൊച്ചിന് കിട്ടാത്തതുകൊണ്ട് വരുന്നതെന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ പ്രായമായവരിൽ പിന്നെ വരുന്നതാണെങ്കിൽ അത് നമ്മുടെ മസിലൊക്കെ വീക്കായി, എക്സസൈസ് ഇല്ലെന്നായിപ്പോയി, വീക്ക്നെസ് കാരണം അതിലൂടെ വരിക. അല്ലെങ്കിൽ ഓവർ വെയിറ്റ് ഒക്കെ വന്ന് വയറിനകത്തെ പ്രഷർ കൂടി അവർക്ക് ഇരിക്കാൻ സ്ഥലമില്ലാതെ വന്നു. പിന്നെ അതിൻ്റെ കൂടെ ഒരു ചുമയോ അല്ല വെയിറ്റ് ലിഫ്റ്റിങ്ങോ ഒക്കെ വന്നു കഴിയുമ്പോൾ അത് പുറത്തേക്ക് വരുന്നു. ഇതൊക്കെയാണ് ഇതിന് കാരണം. ആദ്യം നമ്മൾ കാരണം മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരു രോഗത്തെ പ്രിവെന്റ് ചെയ്യാനാണേലും ട്രീറ്റ് ചെയ്യാനാണേലും പറ്റുള്ളൂ. അപ്പോൾ പലപ്പോഴും കാണാം ഈ പല ഹെർണിയസും ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും പിന്നെയും റെക്കർ ചെയ്യാം. കാരണം അത് വീക്കാണല്ലോ. പിന്നെ ആർട്ടിഫിഷ്യലൊക്കെ ആയിട്ട് സാധനങ്ങൾ ഉള്ളിൽ വെക്കുന്നതിനൊക്കെ ഒത്തിരി ലിമിറ്റേഷൻ ഉണ്ട്. ഇങ്ങനത്തെ ആർട്ടിഫിഷ്യൽ സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇറിറ്റേഷനും അതിൻ്റെ വേദനയും അതിൻ്റെ പഴുപ്പും ഒക്കെ വരാം. അതുകൊണ്ട് അല്ലാത്ത രീതിയിൽ നമ്മൾ കറക്റ്റ് ചെയ്യാന്നുള്ളത് കഴിഞ്ഞിട്ട് മാത്രം, നിവൃത്തിയില്ലാത്ത കേസിൽ മാത്രമേ ഓപ്പറേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഈ ഹെർണിയാസിന്റെ കാര്യം പറയുമ്പോൾ പലപ്പോഴും ഈ സർജറി കഴിഞ്ഞിട്ട് ഈ ഹെർണിയാസ് ഡെവലപ്പ് ചെയ്യുന്നതിന് ഒരു മെയിൻ കാരണം കേട്ടേക്കുന്നത് ഈ ഡയബറ്റീസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്രോണിക് അസുഖങ്ങളുള്ളവരോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കേഷൻസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നവരോ ആണ് കൂടുതലും. പിന്നെ അല്ലെങ്കിൽ ഈ സ്റ്റെറോയിഡ്സിന്റെ ആവശ്യം കൂടുതൽ വേണ്ടി വന്നേക്കുന്നവർക്കോ ആണെന്നാണ്. എന്തുകൊണ്ടാണ് ഈ സ്റ്റെറോയിഡ്സ് അല്ലെങ്കിൽ ഡയബറ്റിസ് അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഇമ്മ്യൂണിറ്റി പ്രോബ്ലംസ് ഉള്ളവർക്ക് ഈ ഹെർണിയ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ വരുന്നത്? ഒരു രോഗമുള്ളവർക്ക് അവർ മൊത്തത്തിൽ വീക്കായിരിക്കും. അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്കായിരിക്കും.
രോഗം കാരണം തന്നെ അവർ എക്സസൈസ് ഒന്നും ചെയ്യുന്നുണ്ടാവില്ല, മസിൽ വീക്കാകും. മസിൽ പോലെ തന്നെ ഫേഷ്യലി വീക്കാകും. ഈ ഫേഷ്യൽ മസിൽ, അതായത് നമ്മൾ ഈ എന്താ ഒരു വൈറ്റ് പാട പോലെ കാണുകയല്ലേ, ഏത് മീറ്റിന്റെ ഒക്കെ കൂടെ എപ്പോഴും കാണുമല്ലോ, അതാണ് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് മസിലിനേക്കാളും സ്ട്രോങ്ങർ ആണത്. അപ്പൊ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത് നമ്മളെ ഫേഷ്യ, ലിഗമെന്റ്സ്, ഇതൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. അതുമൊക്കെ വീക്കായി പോകും. അപ്പം ഡയബറ്റീസിലുള്ള ഒരു പേഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നമ്മൾ HbA1c ഒക്കെ നോക്കൂല്ലേ, HbA1c എന്നൊക്കെ പറയുന്നത് എന്തോരം ഈ ഡയബറ്റീസ് കാരണം എന്തോരം നമ്മൾ വീക്കായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ടിഷ്യൂ ഡാമേജ്ഡ് ആയിട്ടുണ്ടെന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പം നമ്മളെപ്പോഴും ഏറ്റവും കുറച്ച് നിർത്തുന്നത് 5.5% കൂടുതൽ ഗ്ലൈക്കോസിലേഷൻ എന്ന് പറഞ്ഞ് നമ്മളുടെ പ്രോട്ടീനുകൾ ഡാമേജ് വന്നിട്ടുണ്ടെന്നുള്ളതാണ് അത് നോക്കുന്നത്. അങ്ങനെ കൂടുതൽ ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ അത് റെഡ് ബ്ലഡ് സെൽസ്, നമ്മുടെ ഈ ഓക്സിജൻ കൊണ്ടുപോകുന്ന ഹീമോഗ്ലോബിനെയാണ് നോക്കുന്നതെങ്കിലും ദറ്റ് ഈസ് ആപ്ലിക്കബിൾ ഫോർ ഓൾ ദ ടിഷ്യൂ. നമ്മൾ അതിൻ്റെ നോക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളുടെ ബോഡിയിലുള്ള മസിലിലും ഈ ഫേഷ്യയിലും എല്ലാം ഉള്ള പ്രോട്ടീനും ഇതുപോലെ ഗ്ലൈക്കോസിലേറ്റഡ് ആൻഡ് ഡാമേജ്ഡ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്ക് ഹെർണിയ വരാൻ ചാൻസ് കൂടുതലായിരിക്കും. പിന്നെ ഡയബറ്റിക് പേഷ്യൻസിനെല്ലാം എക്സസ് ഫാറ്റ് ആയിരിക്കും, കൊടവയറുണ്ടാവും. അപ്പോൾ വയറിനകത്തെങ്കിലും സ്ഥലമില്ല, വയറിലെ പ്രഷർ കൂടുതലാണ്. അങ്ങനെയുള്ളവർക്ക് ഇൻഫെക്ഷൻ വരാൻ ചാൻസ് കൂടുതലായിരിക്കും. റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ചുമ വരും. ചുമ വരുമ്പോഴാണ് ഇതിനോട് കൂടിയാണ് ഇത് ഏറ്റവും കൂടുതൽ വരുന്നത്. പിന്നെ ഇങ്ങനെയുള്ള ഒരു പേഷ്യൻ്റ് പോയി ഓപ്പറേഷന് പോയെന്ന് കൂട്ടുക, ഡയബറ്റിക് ആണ്, ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, മറ്റ് അസുഖങ്ങളുണ്ട്, ഓൾറെഡി വീക്കാണ്, ഓൾറെഡി കൊടവയറുണ്ട്, ഒബേസിറ്റി ഉണ്ട്, ഇയാൾക്ക് ഏറ്റവും പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ടും ചുമ വരാൻ സാധ്യത കൂടുതലാണ്. ഒരു ഹെർണിയയ്ക്ക് വേണ്ടിയിട്ട് ഓപ്പറേഷൻ ചെയ്യുന്ന ഒരാൾക്ക് ചുമ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും അത് റിക്കർ ചെയ്യും. കാരണം ഇതൊക്കെ ഇങ്ങനെ തുന്നി പിടിപ്പിച്ച് വെച്ചിട്ടല്ലേ ഉള്ളൂ. നമ്മൾ റീഇംബേഴ്സിങ് സ്റ്റിച്ച് എന്താ മെറ്റീരിയൽ എന്നൊക്കെ പറയുന്നത് പ്ലാസ്റ്റിക് പോലെയുള്ള സാധനങ്ങളാണ്. അത് അവിടെ ഒരു ആർട്ടിഫിഷ്യൽ സാധനമാണ്. അപ്പം അത് ഓൾറെഡി ഇങ്ങനെയുള്ളവർക്കൊക്കെ അതവിടെ പിടിക്കാനും ആ ഉള്ള മുറിവ് തന്നെ ഒന്ന് ഹീൽ ചെയ്യാനും പാടായിരിക്കും. അപ്പം സ്റ്റീറോയിഡൊക്കെ നമ്മളുടെ ഇമ്മ്യൂണിറ്റിയെ സപ്രസ് ചെയ്യുകയാണ്. ഇമ്മ്യൂണിറ്റിയെ സപ്രസ് ചെയ്യുന്ന ഏത് മരുന്നാണെങ്കിലും ഇമ്മ്യൂണിറ്റിയെ സപ്രസ് ചെയ്യാനാണ് നമ്മൾ എല്ലാ മരുന്നുകളും ഉപയോഗിക്കുന്നത്. അപ്പം ഈ ഇമ്മ്യൂണിറ്റിയെ സപ്രസ് ചെയ്യുന്ന മരുന്നുകളും നമ്മൾ ഡിഫൻസ്, അതായത് ഇൻഫെക്ഷനിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ മാത്രമല്ല കുറയ്ക്കുന്നത്, നമ്മുടെ ഹീലിംഗ് ഓൾസോ പാരലൽ. അതായത് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് 2 വിങ്സ് ആണ്. ഒന്ന് ഡിഫൻസ്, മറ്റത് ഹീലിംഗ്. അപ്പം നമ്മളുടെ ഈ മരുന്നുകളെല്ലാം ഈ രണ്ടിനെയും സപ്രസ് ചെയ്യും ഇമ്മ്യൂണിറ്റി. അതുകൊണ്ടാണ് പലപ്പോഴും ഈ വേദന സംഹാരികളും ഇതൊക്കെ കഴിക്കുന്നവർക്ക്, ഇപ്പം ഒരു എല്ലൊടിഞ്ഞവരുടെ, ഇപ്പം ഒരു ട്രാഫിക് ആക്സിഡന്റ് വന്ന് എല്ലൊടിക്കുകയാണെങ്കിൽ പോലും അതിനുവേണ്ടി നമ്മൾ കൂടുതൽ പെയിൻ കില്ലേഴ്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ ഹീലിംഗ്, അത് എല്ല് കൂടാനുള്ള സമയം കൂടുതൽ എടുക്കും. അതൊക്കെ നമ്മൾ സ്റ്റഡീസിൽ പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഈ പെയിൻ കില്ലേഴ്സ് എന്ന് പറയുന്നത് ഇമ്മ്യൂണോ സപ്രസൻസ് ആണ്. ഇമ്മ്യൂണിറ്റിയുടെ ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഡിഫൻസിന്റെ ഒരു മേജർ പാർട്ടാണ് നമ്മുടെ വേദന തോന്നുക എന്ന് തന്നെയുള്ളത്. അപ്പൊ അതിനെ ബ്ലോക്ക് ചെയ്യുന്ന സാധനങ്ങൾ വേദന കുറയ്ക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ ഹീലിങ്ങിനെയും കൂടെ ബ്ലോക്ക് ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് ഒട്ടും വേദന സംഹാരി എടുക്കാതെ നമുക്ക് പറ്റില്ല. വേദന സംഹാരി ആണെങ്കിലും മോഡറേറ്റ് ആയിട്ട് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. അറ്റ് ഏർലിയസ്റ്റ് ആയിട്ട് ഹീൽ ചെയ്യണം. അതിൻ്റെ കൂടെ സ്റ്റിറോയിഡും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഡെഫിനറ്റ്ലി ഹീലിംഗ് വീണ്ടും സ്ലോ ഡൗൺ ചെയ്യും. അപ്പം ഇങ്ങനെയെല്ലാം ഉള്ള ഒരാൾ, ഓൾറെഡി ഒരു അസുഖമുള്ള ഒരാൾ, ഓൾറെഡി വീക്കായിട്ടുള്ള ഒരാളെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അത് റിക്കർ ചെയ്യാനും, അന്നേരം ആയില്ലെങ്കിൽ അന്നേരം ഒരു ചുമയും പനിയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് ഇൻഫെക്ഷനും വരും. ചുമ ചുമച്ച് കഴിയുമ്പോൾ ചിലപ്പം പലപ്പോഴും സംഭവിക്കാറുണ്ട്, നമ്മൾ കാണാറുള്ളതാണ് ഈ സിസേറിയനും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പഴയ കാലത്തൊക്കെ നമ്മൾ സെൻട്രിൽ കൂടെയൊക്കെ ഉള്ള ഓപ്പറേഷൻ മെത്തേഡ്സ് ഇതുണ്ടായിരുന്നു. ആ കാലത്തൊക്കെ ആണെങ്കിൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ട് വല്ല ചുമയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പം ജസ്റ്റ് വിട്ടുപോകും. അപ്പം നമുക്ക് ഈ സ്കിന്നിന്റെ സ്റ്റിച്ച് മാത്രം ഉണ്ടാവും, ഉള്ളിലെ സ്റ്റിച്ച് ഉണ്ടാവില്ല. അത് അപ്പം തന്നെ ഡയഗ്നോസ് ചെയ്ത് അത് റീസ്റ്റിച്ച് ചെയ്തില്ലെങ്കിൽ അത് വലിയ ഹെർണിയായിട്ട് ഡെവലപ്പ് ചെയ്യും. അപ്പം വൈറലൊക്കെ ചെയ്യുന്ന സർജറീസിൽ നമ്മൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് സമയം നമ്മൾ എല്ലാവരും ഓപ്പറേഷൻ കഴിഞ്ഞ് സക്സസ് ആയാൽ ആള് അത് കഴിഞ്ഞു, അയാൾ ബോധം വന്നു എന്ന് പറഞ്ഞ് ഓപ്പറേഷൻ സക്സസ് ആയെന്നുള്ളത് വരുന്നില്ല. ശരിക്കും ഒരു ഓപ്പറേറ്റീവ് പ്രൊസീജിയറിന് പലപ്പോഴും കാണാം, ഞാൻ ഈ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടു, ഏതോ പ്രൈവറ്റ് ആശുപത്രിയിലെ ഡോക്ടർമാർ ഒന്ന് ഗവൺമെന്റ് ആശുപത്രിയിൽ ഒന്ന് ഫ്രീ ആയിട്ട് സർജറി ചെയ്ത് കൊടുക്കും എന്നൊക്കെ പറയുന്നത്.
ഒരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ വില്ലിങ് ആണ് പോലും. പ്രൈവറ്റ് ആശുപത്രിയിലെ ഡോക്ടേഴ്സ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വന്ന് അവിടെ ഗവൺമെന്റിൽ വലിയ സ്പെഷ്യലിസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് അവിടെ വന്ന് ഫ്രീ ആയിട്ട് സർജറി ചെയ്യാൻ പോകുന്നു. വില്ലിങ്. അങ്ങനെ നമ്മുടെ ഒരു ഓപ്പറേറ്റീവ് പ്രൊസീജിയറിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിങ് പ്രീ ഓപ്പറേറ്റീവ് പ്രിപ്പറേഷൻ ആണ്. ഓപ്പറേഷൻ ഈസ് ഓൺലി എ പാർട്ട്. അത് കഴിഞ്ഞ് പോസ്റ്റ് ഓപ്പറേറ്റീവ് പ്രിപ്പറേഷൻ കെയർ ആണ്. ഈ 3 കാര്യങ്ങളും കൂടെ കറക്റ്റായിട്ട് പോയാൽ മാത്രമേ ആ ഓപ്പറേഷൻ ആ രോഗിക്ക് സക്സസ് ആവുള്ളൂ. ശരിക്കും ഓപ്പറേഷനായിരിക്കും നമ്മൾ കാശ് കൊടുക്കുകയും ഫൈനാൻഷ്യലി ഹോസ്പിറ്റലിന് ഗെയിൻ ചെയ്യുന്നുണ്ടോ എല്ലാ ഇതും ഓപ്പറേഷനെ ബേസ് ചെയ്താ. അപ്പം അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടർ പല ഹോസ്പിറ്റലിൽ പോയി ഓപ്പറേഷൻ ചെയ്യുന്നു. ഇതൊക്കെ വരുമ്പോൾ നമ്മൾ കോംപ്രമൈസ് വരുന്നത് രോഗിക്ക് തന്നെയാണ്. അത് കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു രോഗിയുടെ സേഫ്റ്റിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പിന്നെ പ്രീ ഓപ്പറേറ്റീവ് പ്രിപ്പറേഷൻ. രോഗിയെ ശരിക്കും മനസ്സിലാക്കി അവരുടെ പ്രിപ്പറേഷൻസ് എല്ലാം കറക്റ്റ് ചെയ്യുക. പിന്നെയാണ് ഓപ്പറേഷൻ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഈവൻ അതിനേക്കാൾ ഏറ്റവും ഡേഞ്ചറസ് സമയം പോസ്റ്റ് ഓപ്പറേറ്റീവ് ടൈമാണ്. പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയറും കൂടെ ക്ലിയർ ആയാൽ മാത്രമേ നമ്മൾ ഒരു സക്സസ്ഫുൾ ഓപ്പറേഷനും രോഗിയുടെ ഹെൽത്ത് ശരിയാവുള്ളൂ. അപ്പോൾ അതും നമ്മൾ മനസ്സിൽ വയ്ക്കണം. പിന്നെ എല്ലാ എലക്റ്റീവ് സർജറീസും നമ്മൾ എലക്റ്റീവ് ആണോ, നമ്മൾ ഡയബറ്റിക് ഉള്ള ഒരാൾ ഒരു കാരണവശാലും ഒരു എലക്റ്റീവ് സർജറിക്ക് പോകരുത്. കാരണം ഡയബറ്റിസ് ആദ്യം മാറ്റുക. ഡയബറ്റിസും ഹൈപ്പർ ടെൻഷനും പോലെയുള്ള ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിന് നമ്മളുടെ ഓപ്പറേറ്റീവ് റിസ്ക് കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പം അനസ്തെറ്റിക് റിസ്ക് കൂട്ടുകയാണ് ചെയ്യുന്നത്. നമ്മളെപ്പോഴും ഉണ്ട് അനസ്തെറ്റിസ്റ്റ് ഓരോ ഗ്രേഡ് പറയും. റിസ്ക് സ്റ്റേജ് 1 റിസ്ക്, സ്റ്റേജ് 2 റിസ്ക്, സ്റ്റേജ് 4. അപ്പം ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒക്കെ ഉള്ള ഒരാൾ സ്റ്റേജ് 4 റിസ്കെങ്കിലും ഉണ്ട് അയാൾക്ക് ഓപ്പറേഷന്. അപ്പം ആദ്യം അത് മാറ്റുക. ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ ഏറ്റവും ഈസി ആയിട്ട് മാറ്റാവുന്നത് ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനുമാണ്. ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഇതൊക്കെ ജീവിതശൈലി രോഗങ്ങളാണ്. ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും 100% ജീവിതശൈലി രോഗമാണ്. 100% മാറ്റാനും പറ്റും. കിഡ്നിയൊക്കെ തീരെ ഡാമേജ് ആയി ഫെയിലിയർ ആയ പിന്നെ അവരിലൊന്നും ആരും ഓപ്പറേഷൻ ചെയ്യല. അല്ലാത്ത ആൾക്കാരുടെ നോർമലായിട്ട് നടക്കുകയും എടുക്കുകയും ചെയ്യാവുന്ന ഒരു റീസണബിൾ ഹെൽത്ത് ഉള്ള ഒരാളുടെ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒക്കെ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ഇപ്പം സെൽഫ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ പറയുന്ന പോലെ ചെയ്യുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ ഒരു വിതിൻ എ മന്ത് ഈ കാര്യങ്ങളുടെ എല്ലാം മരുന്ന് മാറ്റാവുന്നതേ ഉള്ളൂ. ഒരു ഹെർണിയ ഉള്ളപ്പം നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട് ഹെർണിയ ഉള്ള പേഷ്യൻസ്, അമ്പലിക്കൽ ഹെർണിയ അല്ലെങ്കിൽ ഈ ലേഡീസൊക്കെ ഹെർണിയ കാരണം വയറിങ്ങനെ തള്ളി നിൽക്കുന്നവർ, ഇവരൊക്കെ അവർ ഓവർ വെയിറ്റ് ഉണ്ടാവും, പിന്നെ മസിൽ വീക്ക് ആയിരിക്കും. ഇതൊക്കെ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്ത് കഴിയുമ്പോൾ അവരൊന്നും ഓപ്പറേഷൻ വേണ്ട എന്ന് ഡിസൈഡ് ചെയ്യുന്നവരാണ് നമ്മൾ 90% പേരും. പിന്നെ ഈ ചിലപ്പം ചില ഈ വീക്കായിട്ടുള്ളതും കുറച്ച് പ്രായമായിട്ടുള്ളതും വളരെ ഇതായിട്ട് കൂടുതൽ വരുവാണെങ്കിൽ മാത്രം ഈ ഇൻഗ്വനൽ ഹെർണിയയ്ക്കൊക്കെ, പക്ഷെ പലപ്പോഴും ഇൻഗ്വനൽ ഹെർണിയ പോലും കുറഞ്ഞു വരുന്നുണ്ടാകും. അത് ഓരോരുത്തരുടെയും മസിലിൻ്റെയും അതിൻ്റെ റീസണും എല്ലാം കൂടി അനുസരിച്ചിരിക്കും. പക്ഷെ ഒരു നല്ല ശതമാനം ഹെർണിയകളുടെയും ഓപ്പറേഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ്. പിന്നെ ആരെങ്കിലും ഓപ്പറേഷൻ ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനു മുമ്പ് അവർ ആദ്യം ചെയ്യേണ്ടത് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് കറക്റ്റ് ചെയ്യുക, ഒബേസിറ്റി ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുക. ഇതെല്ലാം കറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അത് നിൽക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഹെൽത്തിൽ ചെയ്യുക. കാരണം ഒരു എമർജൻസി ആയിട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ബ്ലോക്കൊക്കെ വന്നിട്ട് പോയി ചെയ്യുമ്പോൾ കുറച്ചുകൂടെ റിസ്ക് കൂടുതലായിരിക്കും. നമ്മുടെ ബോഡി കോമ്പോസിഷനും എല്ലാം കറക്റ്റ് ചെയ്തിട്ടും ഹെർണിയ ഒരു പ്രോബ്ലം ആയിട്ട് നിൽക്കുന്നു എന്ന് തോന്നുവാണെങ്കിൽ ആ സ്റ്റേജിൽ ഓപ്പറേഷൻ ചെയ്താൽ അതിൻ്റെ സക്സസ് കൂടുതലായിരിക്കും, പിന്നെ റിക്കർ ചെയ്യാനുള്ള ചാൻസസ് കുറവായിരിക്കും. അപ്പം അതാണ് നമ്മൾ നോക്കേണ്ടത്. ഫസ്റ്റ് നമ്മളുടെ എല്ലാ പാരാമീറ്റേഴ്സും കറക്റ്റ് ആക്കുക, പിന്നെ നിവൃത്തിയില്ലാത്തതിനെ മാത്രം ഓപ്പറേഷൻ ചെയ്യും. ഈ ഹെർണിയാസിനെ പറ്റി പറയുമ്പോൾ സാധാരണ കുറെയൊക്കെ കേൾക്കാറുള്ളത് ഈ സ്പൈനിന്റെ ഹെർണിയ, ഈ ഡിസ്കിന്റെ ഹെർണിയ എന്നൊക്കെയുള്ള രീതിയിലാണ്. ഈ ഡിസ്കിന്റെ ഹെർണിയയും ശരിക്കും ഇതുമൊക്കെ ആയിട്ട് എന്തെങ്കിലും രീതിയിൽ കണക്റ്റഡ് ആണോ? യെസ്, ഇൻ എ വേ. ബേസിക്കലി ഡിസ്കിന്റെ ഹെർണിയ എന്ന് പറയുമ്പോൾ നമ്മളുടെ നട്ടലില് പല പല ഇത് കൂടിയതാണല്ലോ. അപ്പൊ ഈ സർവൈക്കൽ 7 സർവൈക്കൽ ഉണ്ട്, പിന്നെ ഒരു 12 തൊറാസിക് നടുവിലുള്ളതുണ്ട്, പിന്നെ ഒരു 5 ലംബാർ ഉണ്ട്.
ഇതിൽ ഏറ്റവും കൂടുതൽ ഹെർണിയേഷൻ വരുന്ന ലംബാർ ഡിസ്കിലോ, ലംബാർ അതായത് താഴെ ലോവർ ബാക്കേക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ നെക്കിന്റെ അവിടുത്തെ കഴുത്തലെ ഇതിലാണ്. അതിൽ ഈ ഡിസ്കിനകത്തുനിന്ന്, ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് ഓരോ വെർട്ടിബ്രയിലും ഇടയിൽ നമുക്ക് നടക്കാൻ, എടുക്കാനും കുനിയാനും നൂരാനും ഒക്കെ പറ്റുന്നത് പോലെയാണ് നമ്മൾ നട്ടലിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓരോ നട്ടലിന്റെ ഇടയിൽ ഇപ്പോൾ 24 പീസായിട്ടാണ് ഇതിരിക്കുന്നത്. 7, താഴെ 5, 12, പിന്നെ നടുവിലത്തെ 12 24 പീസ്. പിന്നെ നമ്മളുടെ പെൽവിക് ബോണും ടെയിൽ ബോണും ആണോ അതിനകത്തുള്ളത്. അതിൽ ഈ 24 എണ്ണത്തിന്റെ ഇടയിൽ ഓരോ ഡിസ്കുകളുണ്ട്. അതിനാണ് ഈ ഡിസ്ക് എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു സെമി സോളിഡ്, ഒരു ഹണി പോലെയുള്ള ഒരു ലിക്വിഡും അതിന്റെ പുറമെ നല്ല കട്ടിക്കുള്ളതുമാണ്. ഈ പുറമേ ഉള്ള ആവരണം, അതിന്റെ ഏറ്റവും കട്ടിയുള്ള ഭാഗം വീക്കായി അത് പുറത്തേക്ക് തള്ളി വരികയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഉള്ളിലെ ഈ ലിക്വിഡ് ആയിട്ടുള്ള സെമി സോളിഡ് ആയിട്ടുള്ള സാധനം തള്ളി വരും. ഇത് ഏറ്റവും കൂടുതൽ ലിഗമെന്റ് ഏറ്റവും ഇതായിട്ടിരിക്കുന്ന ഇത് ഓരോ നട്ടലിന്റെ ഇടയിൽ കൂടെ ഈ ഡിസ്കിന്റെ താഴെ കൂടെയാണ്, ജസ്റ്റ് ബിലോ ആയിട്ടാണ് ഈ ഓരോ നെർവ്സും ഇറങ്ങി വരുന്നത്. നമ്മളുടെ ഈ നട്ടലിനകത്ത് നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ സ്പൈനൽ കോഡാണ്. ബ്രെയിനും നമ്മളുമായിട്ടുള്ള കണക്ഷൻ, അതിനിടയ്ക്കുന്ന ഓരോ ഭാഗത്തുനിന്നും നമുക്ക് വേണ്ടിയിട്ടുള്ള നെർവ്സ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. ഈ നെർവ്സിനെ പോയി പ്രസ് ചെയ്യും, അപ്പോഴാണ് വേദന വരുന്നത്. അപ്പൊ കാലിലെ ഈ ലംബാർ L4, L5 ഇതിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. L4, L5 എന്നൊക്കെ പുറത്തേക്ക് വരുന്ന നെർവ്സിനെ പോയി പ്രസ് ചെയ്യുമ്പോഴാണ് ഈ കാലിനൊക്കെ വലിയ വേദനയും, റാഡിക്കുലോപ്പതി എന്നൊക്കെ പറയും. അതുപോലെ തന്നെ C4, C3 വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയ ഹെർണിയേഷനൊക്കെ ഉണ്ടായ ചിലപ്പോൾ ശ്വാസം വിടുന്നതിന് തന്നെ ബുദ്ധിമുട്ട് വരും. കാരണം ഈ നമ്മുടെ ഡയഫ്രത്തിലേക്കും ഇന്റർകോസ്റ്റൽ മസിൽസ്, നമ്മുടെ ശ്വാസ സംബന്ധമായിട്ട് ഈ വാരിയലിന്റെ ഇടയിൽ കൂടെ എല്ലാം മസിൽസ് ഉണ്ട്. അതൊക്കെയാണ് നമ്മളെ ശ്വസിക്കാൻ സഹായിക്കുന്നത്. ഇതിന്റെയൊക്കെ നെർവ്സിനെയൊക്കെ ഡാമേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്വാസോച്ഛ്വാസത്തിന് തന്നെ ബുദ്ധിമുട്ട് വരും. അതിനാണ് അതിന്റെ ഹെർണിയ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആ ഹെർണിയ എന്ന് കഴിഞ്ഞു കഴിഞ്ഞാലും ഹെർണിയ ഉണ്ട്, ഡീജനറേഷൻ ഉണ്ട്, ആരും മൈൻഡ് ചെയ്യാതിരിക്കും. അതാണ് സാധാരണ നടക്കുന്നത്. ഈ ഹെർണിയയ്ക്കും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ നട്ടലിന്റെ ഹെർണിയ, ഡിസ്കിന്റെ ഹെർണിയേഷനും വീക്ക്നെസ്സിനും ഒക്കെ കാരണം ഒന്ന് നമ്മളുടെ മസിൽ, അവിടുത്തെ ഫേഷ്യയുടെ മസിൽ വീക്ക്നെസ് ആണ്. 2, പലപ്പോഴും അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന്റെ ഭാഗമായിട്ട് നമ്മളുടെ കൊളാജൻ വാസ്കുലർ ഡിസീസ് എന്ന് പറയും. ഈ കൊളാജനും ഇലാസ്റ്റിൻ, ഈ 2 പ്രോട്ടീനുകൾ വെച്ചാണ് നമ്മൾ ഈ ടിഷ്യൂസില് ഫേഷ്യ, അതായത് ഈ നട്ടലിനെ ചുറ്റി മുമ്പിൽ കൂടെയും പുറകിൽ കൂടെയും ഒക്കെ ലിഗമെന്റ്സ് ഉണ്ട്. ഈ ലിഗമെന്റ്സിനെ ഉണ്ടാക്കിയിരിക്കുന്ന അത് വെച്ചാണ്. അതുപോലെ ഈ ഡിസ്കിനെ ഉണ്ടാക്കാനും അതാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിൻ്റെ പ്രോട്ടീനോടുള്ള ഒരു നമ്മുടെ ബോഡി തന്നെ, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ ഒരു അറ്റാക്കിങ് ആവുന്ന ഇത് വരുമ്പോഴാണ് ഇത് വീക്ക് ആകാനും ഇതൊക്കെ വരുന്നത്. അതിന് നമ്മൾ ഈ ആങ്കിലോസിങ് സ്പോണ്ടലൈറ്റിസ് എന്നൊക്കെ പറയുന്ന ഈ രോഗമാണെങ്കിലും വെർട്ടിബ്രയുടെ വീക്ക്നെസ് ആണ്. ഇതൊക്കെ തന്നെ ഇങ്ങനത്തെ വീക്ക്നെസ്സുകൾ കൊണ്ടാണ് ഇതെല്ലാം വരുന്നത്. അപ്പം നമ്മൾ അതിൽ നമ്മളുടെ പ്രോബ്ലംസ് എന്താണെന്ന് കണ്ടുപിടിച്ച്, അത് നമുക്ക് പറ്റാത്ത ഫുഡ് ഏതാണെന്ന് കണ്ടുപിടിച്ച്, പിന്നെ മസിലും ബോണും സ്ട്രോങ് ആക്കാനും, പിന്നെ പലപ്പോഴും ഇങ്ങനത്തെ പേഷ്യൻസിന് പല ന്യൂട്രിയൻസിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാവും, പക്ഷെ വണ്ണം കൂടുതലുമായിരിക്കും. അപ്പൊ ഇത്തരം പേഷ്യൻസ് മിക്കവരും പേരും പ്രത്യേകിച്ച് ലോവർ ബാക്ക് പെയിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു 90% പേഷ്യൻസിനും ഈ ഒബേസിറ്റി ആയിരിക്കും, വയറ് തള്ളി വരുന്നത്. വയറ് തള്ളി വരുമ്പോഴും നമ്മുടെ അലൈൻമെന്റ് തെറ്റുക. പിന്നെ പ്രഗ്നന്റ് ലേഡീസിന് ബാക്ക് പെയിന് ചാൻസ് കൂടുതലാണ്, ബിക്കോസ് നമ്മളുടെ നാച്ചുറലി ഉള്ള വയറല്ലല്ലോ. ഇതേപോലെ പലരും പ്രഗ്നന്റ് ലേഡീസിനേക്കാളും കഷ്ടമായിട്ട് വയറുമായിട്ടായിരിക്കും നടക്കുന്നതും. അപ്പൊ അവരുടെ ആ നട്ടലിനും കൂടെ അതിന്റെ വരും. ആ കുടവയറ് നമ്മുടെ നട്ടലിനെ വീക്കാക്കും, അതിന്റെ മസിൽസിനെ വീക്കാക്കും, ഡിസ്കിനെ വീക്കാക്കും മൊത്തത്തിൽ. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ എന്തെങ്കിലും ഒരു വെയിറ്റ് ലിഫ്റ്റിങ്ങോ അല്ലെ ഒന്ന് വീഴുകയോ ചെയ്താൽ മതിയാവും ഈ ഡിസ്ക് ഹെർണിയേഷൻ. മിക്കവാറും ഈ ഹെർണിയേഷൻ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയോ വീഴ്ച, ഈവൻ ചുമ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ഈ ഡിസ്കിനാണേലും ചിലപ്പം അത് മതിയാവും. കണ്ടിന്യൂസ് ചുമയൊക്കെ വന്നു കഴിഞ്ഞാൽ ഓൾറെഡി വീക്കായിട്ടിരിക്കുന്നതാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു തട്ടോ മുട്ടോ അല്ലെ ഒരു ബാത്റൂമിൽ തന്നെ വീഴോ വരുമ്പോഴേക്കും അത് വരാം. അപ്പൊ അവിടെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഇത് ഒരു തരം ഹെർണിയാണ്. ഒള്ളി തിങ്, ഹെർണിയ എന്ന് പറഞ്ഞാൽ അതിരിക്കേണ്ട സ്ഥലത്തുനിന്ന് അത് പുറത്തേക്ക് വരുന്നു.
അതാണ് അതിൽ വരുന്നത്. നമ്മൾ വയറിൻ്റെ ഇരിക്കുന്നതാണ് നമ്മൾ അബ്ഡോമിനൽ ഹെർണിയ, ഹാറ്റസ് ഹെർണിയ, ഇൻഗ്വനൽ ഹെർണിയ ഒക്കെ വയറിൻ്റെ കണ്ടന്റ് ഇറങ്ങി വരുന്നത്. നട്ടെല്ലിന് ഡിസ്കിനകത്തിരിക്കുന്ന സാധനം പുറത്തേക്ക് വരുമ്പം അത് ഡിസ്ക് ഹെർണിയേഷൻ ആകും. ഈവൻ ചില പ്രത്യേക കണ്ടീഷനിൽ ബ്രെയിനിൽ നിന്ന് ഹെർണിയ പോലെ വരാം. അതൊക്കെ നമ്മൾ ഈ ബ്രെയിനിനകത്ത് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ശരിക്കും ഫറ്റല്ല, അത് മരണം വരെ സംഭവിക്കാവുന്ന പലതരം ഹെർണിയസ് ഉണ്ട്. ഈ ഹിയാറ്റൽ ഹെർണിയെ പറ്റി പറയുമ്പോൾ അത് ശരിക്കും എങ്ങനെയാണ് തിരിച്ച് അറിയുന്നത് ഹിയാറ്റൽ ഹെർണിയാസ്? ഈ പലപ്പോഴും ഹിയാറ്റൽ ഹെർണിയ ഉള്ളവർക്ക് അസിഡിറ്റി ആയിരിക്കും. അത് അസിഡിറ്റി, അതുപോലെ ഈ ഹിയാറ്റൽ ഹെർണിയ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ ഒരു ഡയഫ്രം ഉണ്ട്, ഒരു ഡോം പോലെയാണ് നമ്മുടെ ഡയഫ്രം ഇരിക്കുന്നത്. അതിനകത്തൂടെയാണ് നമ്മുടെ അന്നനാളം താഴേക്ക് വരുന്നത്. അന്നനാളം താഴേക്ക് വന്നു കഴിഞ്ഞാൽ അത് സ്റ്റൊമക്കായിട്ട് മാറും, നമ്മുടെ ആമാശയമായിട്ട് കിടക്കും. ഈ സ്റ്റൊമക്കിന്റെ മുകളിലത്തെ ആമാശയത്തിന്റെ മുകൾ ഭാഗം ഈ വീക്ക്നെസ്സിൽ കൂടി കയറി മുകളിലോട്ട് കയറിപ്പോവും, നെഞ്ചിനകത്തേക്ക് കയറിപ്പോവും. അതാണ് ശരിക്കും പറഞ്ഞാൽ ഹൈറ്റസ് ഹെർണിയ എന്ന് പറയുന്നത്. അപ്പൊ ഡയഫ്രത്തിന് വന്നിരിക്കുന്ന ഒരു വീക്ക്നെസ്സും കൊണ്ട് ഇത് മുകളിലേക്ക് കയറി പോവുകയാണ് ചെയ്യുന്നത്. അപ്പം എന്താ പറ്റുന്നതെന്ന് ചോദിച്ചാൽ, ഈ ആസിഡിക് ജ്യൂസ് നെഞ്ചിന്റെ മുകളിലേക്കുള്ള ഈ ആമാശയം മുകളിലോട്ട് കയറി അതിനോടുകൂടി മുകളിലോട്ട് കയറി പോകുന്നു. അപ്പൊ ഇതിനൊരു സ്പിഞ്ചറിക് ആക്ഷനും കൂടെ ഉണ്ട് ശരിക്കും പറഞ്ഞ ഈ ഡയഫ്രത്തിന്. അപ്പൊ ഇത് ഈ ആസിഡ് ലീക്ക് മുകളിലോട്ട് കയറി വരുത്തുകയാണ് മെയിൻലി ചെയ്യുന്നത്. അപ്പൊ അത് നമ്മളുടെ ചിലപ്പം ഈ മുകളിലോട്ട് കയറിപ്പോയി നമ്മളുടെ ലാരിങ്സിന്റെ സ്വനപേടകത്തിന്റെ ഒക്കെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സൗണ്ടിനെ തന്നെ എഫക്ട് ചെയ്യാം. പിന്നെ എപ്പോഴും ഈ ആസിഡ് വന്നു കഴിയുമ്പോൾ അവിടെ സ്ട്രിക്ചർ വരാം. അങ്ങനെ പല പ്രശ്നങ്ങളിലേക്ക് പോകാം ഹൈറ്റസ് ഹെർണിയ ഉള്ളവർക്ക്. പിന്നെ ഇതിനകത്തൊക്കെ പലപ്പോഴും ഈ ഹൈറ്റസ് ഹെർണിയയും ഇങ്ങനത്തെ വീക്ക്നെസ് ഉള്ളവർ ജനറലി വീക്ക്നെസ് ഉണ്ടാവും. പിന്നെ ഈ ആസിഡിറ്റി കൂടുന്നത് മാത്രം ആവണമെന്നില്ല. ആസിഡിറ്റിയും നമ്മളുടെ ആ ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ കുഴപ്പം കൊണ്ട് നമ്മളുടെ ഇൻഡസ്റ്റൈനും നമ്മുടെ ആമാശയത്തിന്റെ മസിലും ആമാശയത്തിന്റെ മ്യൂക്കസ് മെമ്പറൈൻ തന്നെ വീക്ക് ആവുന്നതും ഉണ്ടാവും ഇതിനകത്ത്. അപ്പൊ മൾട്ടിപ്പിൾ കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. മിക്കവാറും ഇത് ഡയഗ്നോസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ എൻഡോസ്കോപ്പി ചെയ്യുമ്പോഴാണ്. മിക്കവാറും പലപ്പോഴും നമ്മൾ വയറിന്റെ പ്രശ്നങ്ങൾക്ക്, അസിഡിറ്റിക്ക് ഒക്കെ പോയി എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ അതിലെ ഒരു ഡയഗ്നോസിസ് ആണ് ഹൈറ്റസ് ഹെർണിയ. പലപ്പോഴും ഇപ്പോഴത്തേന് പലർക്കും അറിയില്ല അത് എന്താണെന്ന് തന്നെ. ഹൈറ്റസ് ഹെർണിയ എന്നൊരു ഡയഗ്നോസിസ് കാണും, അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ പലർക്കും അറിയില്ല ഹൈറ്റസ് ഹെർണിയ എന്താണെന്ന് തന്നെ. അതാണ് ഇത്. ഒന്ന് എൻഡോസ്കോപ്പിയിൽ. പിന്നെ ഉള്ളത് നമ്മൾ വയറിന്റെ സ്കാനിങ് നോക്കുമ്പോൾ, അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ തന്നെ അറിയാൻ പറ്റുന്നേ ഉള്ളൂ. ഈ 2 ടെസ്റ്റും മതിയാവും ഹൈറ്റസ് ഹെർണിയ ഉണ്ടോ എന്നറിയാൻ. പക്ഷെ അതിനും ഈ പറഞ്ഞ പോലെ യൂഷ്വലി ഡോക്ടേഴ്സ് ഒന്നും ഓപ്പറേഷൻ പറയാറില്ല. കാരണം അതിന്റെ ഓപ്പറേഷൻ തന്നെ നമ്മൾ ആ ആമാശയം തന്നെ വെച്ചൊന്നും ഇത് ചെയ്തൊക്കെ വയ്ക്കുന്ന അതിന്റെ സൈഡ് ഇഫക്ട്സ് തന്നെ ഒത്തിരി വരാൻ. കാരണം ചിലപ്പോൾ ഛർദ്ദിക്കാൻ പറ്റാതെ വരും, കാരണം ഇതിനെ പോയി ടൈറ്റ് ആക്കി വയ്ക്കുന്നത്. യൂഷ്വലി അതിന് അങ്ങനെ ചെയ്യാറില്ല. അതിന് അത്രയും പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിലാണ് അത് ചെയ്യാറുള്ളൂ. അതും നമ്മൾ ഡയഫ്രത്തെ കറക്റ്റ് ചെയ്യുകയൊന്നും അല്ല ചെയ്യുന്നത്. അത് ആമാശയം തന്നെ വെച്ചിട്ടൊരു ചുറ്റി അതിനെ കവറൊക്കെ ചെയ്ത് വയ്ക്കുന്ന ഒരു പ്രത്യേകതര പേരുണ്ട്, അതിട്ട് പോയി. അപ്പൊ അങ്ങനത്തെ ഓപ്പറേഷനാണ് ചെയ്യുന്നത്. പക്ഷെ ശരിക്കും വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കാണുന്ന നമ്മൾ ഹൈറ്റസ് ഹെർണിയയുള്ള പേഷ്യൻസ് ഒത്തിരി പേരെ കാണാറുണ്ട്. പലപ്പോഴും അവരെല്ലാം വരുന്നത് മൾട്ടിപ്പിൾ പ്രോബ്ലംസിന്റെ പേരിലായിരിക്കും. അതിന്റെ കൂടെ ഇതും കൂടെ ഉണ്ടെന്നേ ഉണ്ടാവുള്ളൂ. ഇപ്പം പലപ്പോഴും ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ ആർത്രൈറ്റിസോ ഇതെല്ലാം ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് അതിൻ്റെ കൂടെ ഹൈറ്റസ് ഹെർണിയ കാണുന്നത് വളരെ കോമൺ ആണ്. അപ്പം യൂഷ്വലി ഇതെല്ലാം ഈ പ്രശ്നങ്ങളെല്ലാം അവരുടെ ആ വെയിറ്റും, മിക്കവാറും ഇവരെല്ലാം ഓവർ വെയിറ്റ് ആയിരിക്കും. കുടവയറില്ലാത്ത ആൾക്കാർ വളരെ കുറവാണ്. ഈവൻ വെയിറ്റ് ഇല്ലെങ്കിൽ പോലും വയറുണ്ടാവും. അതായത് നമ്മുടെ കൊഴുപ്പ് കൂടുതലായിരിക്കും. മസിലൊക്കെ വീക്കായി വെയിറ്റും കുറഞ്ഞു പോയിട്ടുണ്ടാകും ചിലർ. വലിയ തിന്നായിട്ടിരിക്കുന്നവരും ഉണ്ട്. കൂടുതൽ പേര് 90% ഓവർ വെയിറ്റും ഇതുമായിരിക്കും. പക്ഷെ ചിലർ അണ്ടർ വെയിറ്റ് ആകാം. പക്ഷെ എന്നാലും അവർക്ക് ആകെ ഉണ്ടാകുന്നത് വയറായിരിക്കും, അല്ലെങ്കിലും ഫാറ്റ് കൂടുതലായിരിക്കും. അപ്പൊ മസിൽ വീക്കായി പോകുന്നു. അപ്പൊ മസിൽ വീക്ക് ആകുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മുടെ കയ്യിലും കാലിലും മസിലും സ്കെലറ്റൽ മസിലും മാത്രമല്ല വീക്കാകുന്നത്, നമ്മളുടെ ഈ ആമാശയം ഉണ്ടാക്കിയിരിക്കുന്നതും കുടലുണ്ടാക്കിയിരിക്കുന്നതും എല്ലാം മസിൽ വെച്ച് തന്നെയാണ്. അതിൻ്റെ ഒരു മേജർ പാർട്ടാണ്. അതിന് സ്മൂത്ത് മസിൽ എന്ന് പറയും. ഈ മസിൽ നമ്മുടെ ശരീരത്തിലെ മസിലുകൾ ശോഷിക്കുമ്പം സ്കെലറ്റൽ മസിലിന്റെ കയ്യിലെയും കാലിലെയും മാത്രമല്ല, നമ്മളുടെ ആമാശയത്തിന്റെയും കുടലിന്റെയും എല്ലാ മസിലുകൾക്കും ഈക്വൽ ശോഷിക്കൽ വരുന്നുണ്ടെന്നും കൂടെ മനസ്സിലാക്കാം. അപ്പൊ അവിടെ നമ്മുടെ കുറവുകൾ വരുന്നത് ഒന്നും
നമ്മൾ കുറേ ചോറും ഇങ്ങനെ കാലറിയാണ് കൂടുതൽ കഴിക്കുന്നത്. നമ്മുടെ പ്രോട്ടീൻ വേണം. പ്രോട്ടീൻ മാത്രം കഴിച്ചിട്ടും കാര്യമില്ല. പ്രോട്ടീനെ നമ്മളുടെ ബോഡി പാർട്ടാക്കി മാറ്റണേ, മസിലാക്കി മാറ്റണമെങ്കിൽ തന്നെ അതിന് വേണ്ട ന്യൂട്രിയൻസ് മറ്റുള്ളത് വേണം. വൈറ്റമിൻസ്, മിനറൽസ് ഇതെല്ലാം കൂടെ ഉണ്ടെങ്കിൽ ഇതെല്ലാം പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുള്ളൂ. അപ്പം ആ ഒരു കുറവ് വരുമ്പോഴാണ് നമ്മൾ വീക്കായി പോകുന്നത്. ഈ BMI 30 കൂടുതലാണെങ്കിൽ ഹെർണിയ വരാനുള്ള സാധ്യത ഇരട്ടിക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ BMI 30 കൂടുതലാണെങ്കിൽ ഈ ഹെർണിയ ഇരട്ടിക്കലുമായിട്ട് എന്താണ് കണക്ഷൻ? ഹെർണിയ 30 കൂടി കഴിഞ്ഞപ്പോഴേക്കും ഒത്തിരി ഫാറ്റ് കൂടിയല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻസിന് മാക്സിമം ആകാവുന്ന BMI എന്ന് പറയുന്നത് 23 ഓക്കെ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ലെവലിൽ നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി കുറഞ്ഞു വരുമ്പോൾ ശരിക്കും വീണ്ടും കുറയുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മളുടെ BMI എല്ലാവരുടെയും കൂടി പോവുക. ഫിസിക്കൽ ആക്ടിവിറ്റി കുറയുന്നതനുസരിച്ച് നമ്മൾ BMI കുറയണം. അല്ലെങ്കിൽ നമ്മളുടെ BMI എന്ന് പറയുമ്പോൾ നമ്മളുടെ ബോഡിയുടെ ഹൈറ്റ് അനുസരിച്ച് എത്ര വെയിറ്റ് വേണമെന്ന് ഡിസൈഡ് ചെയ്യുന്നതാണ്. അപ്പം ഫിസിക്കൽ ആക്ടിവിറ്റി കുറഞ്ഞ ഒരാൾക്ക് വെയിറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് അത് മുഴുവൻ കൊഴുപ്പാണ്. നമ്മൾ ഐഡിയലായിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, പിള്ളേരൊക്കെ നോക്കിയാൽ നല്ല ഫിസിക്കലി ഫിറ്റ്, ഈവൻ നമ്മൾ ഇപ്പോൾ അത്ലറ്റ്സ് ഒക്കെ കാണുന്നുണ്ടല്ലോ, ഹുസൈൻ ബോൾട്ടൊക്കെ പോലുള്ളവരുടെ മിക്കവാറും അവരൊക്കെ ഒരു 21, 22 ഒക്കെ ആയിരിക്കും അവരുടെയൊക്കെ BMI. അത് മുഴുവൻ തന്നെ മസിലായിരിക്കും. അത് ബോഡി ബിൽഡേഴ്സ് ഇങ്ങനെ കുറേ പ്രോട്ടീനൊക്കെ തിന്ന് ഭയങ്കര മസ്കുലറൊക്കെ ആക്കി വെക്കുന്നുണ്ടാവും. അതപ്പോൾ അതുപോലെ ഫിസിക്കൽ ആക്ടിവിറ്റി 3-4 മണിക്കൂർ ജിമ്മിൽ വെരി ഹെവി വെയിറ്റ് ലിഫ്റ്റിങ്ങും ഒക്കെ ചെയ്യുന്നവർക്ക്, 6 പാക്കും ഒക്കെ ആയിട്ടിരിക്കുന്നവർക്ക് up to 25 ഒക്കെ വരെ വരാം. അല്ല, ഒരു ആവറേജ് ഒരു 1 hour, ഹാഫ് ആൻ അവർ ടു 1 hour ഡെയിലി എക്സസൈസും ചെയ്ത് ഒരു സെഡൻഡറി ലൈഫ്, മറ്റുള്ള സമയത്ത് സെഡൻഡറി ലൈഫും ഈ കമ്പ്യൂട്ടറിലും ഒക്കെ മാത്രമുള്ള വർക്കും ചെയ്യുന്ന ഒരാൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20 to 22 BMIയിലാണ് നിർത്തേണ്ടത്. 30 വരുമ്പോഴേക്കും അവരുടെ വയറിനകത്തെല്ലാം കൊഴുപ്പ് കൂടിയിട്ടുണ്ടാവും. അപ്പോൾ വയറിലെ അബ്ഡോമിനൽ പ്രഷർ കൂടും. അപ്പം നമ്മളൊരു ചുമക്കുകയൊക്കെ ചെയ്യുമ്പോഴും ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു വെയിറ്റ് ലിഫ്റ്റ് ഒക്കെ ചെയ്യുമ്പം ഈ കുടലിനും അതിനകത്തുള്ള കൊഴുപ്പിനും എല്ലാത്തിനും കൂടി ഇരിക്കാനുള്ള സ്ഥലമില്ല. അപ്പം ഈ കുടലാണല്ലോ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ അവരാണ് പുറത്തേക്ക് തള്ളി വരാനുള്ള സാധ്യത വരുന്നത്. അത് എങ്ങോട്ടെങ്കിലും സ്ഥലം ഉള്ളിടത്തോട്ട് പോകാനല്ലേ അവർക്ക് പറ്റുള്ളൂ. ഉള്ളിൽ പ്രഷർ കൂടി വരുമ്പോൾ അത് ഓരോ സ്ഥലത്തേക്ക് ഇറങ്ങി വരാൻ നോക്കും. അതാണ് ഹെർണിയായിട്ട് വരുന്നത്. അപ്പം വെയിറ്റ് കൂടുതലുള്ള BMI 30 കൂടണ്ട. ഇപ്പം നമ്മളിപ്പോഴത്തെ ഇനിയിപ്പം കുറച്ചുകൂടി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും 27-നും 30-ക്കും അത് ഓരോരുത്തരുടെയും മസ്കുലർ സ്ട്രെങ്തും കൂടെ അനുസരിച്ചാണ്. ജസ്റ്റ് ഒരു BMI 30 മാത്രം എടുക്കണ്ട, നമ്മളുടെ മസിലിൻ്റെ സ്ട്രെങ്തും എത്ര കുടവേറുണ്ടെന്നും ഇതെല്ലാം കൂടെ അനുസരിച്ചായിരിക്കും ഡെഫിനറ്റ്ലി മസിൽ സ്ട്രെങ്തും ഒബേസിറ്റിയും കൂടുന്നതനുസരിച്ച് ഹെർണിയ കൂടിക്കൊണ്ടിരിക്കും. ഈ ഹെർണിയ പ്രോബ്ലം വന്നേക്കുന്നവരോ അല്ലെങ്കിൽ അത് സസ്പെക്റ്റ് ചെയ്യുന്നവർ പലപ്പോഴും ചിന്തിക്കുന്നത് അവർ ഒരു മറ്റേ ഫിസിക്കൽ ആക്ടിവിറ്റി ഏറ്റവും കുറയ്ക്കണം. എന്താണെന്ന് വെച്ചാൽ ഫിസിക്കൽ ആക്ടിവിറ്റി കാരണം അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കാം എന്നൊക്കെയാണല്ലോ. ശരിക്കും പറഞ്ഞാൽ ഈ ഹെർണിയാസ് വരുന്ന ഒരാൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് ഈ ഫിസിക്കൽ ആക്ടിവിറ്റി പറ്റി? ഫിസിക്കൽ ആക്ടിവിറ്റി കുറയ്ക്കുകയല്ല ചെയ്യേണ്ടത്. ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി വേണം, പക്ഷെ ചെയ്യുന്നത് ശ്രദ്ധിക്കണം എന്നുള്ളത് മാത്രമാണ്. വെയിറ്റ് ലിഫ്റ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ശരിക്കും അവർ ചെയ്യേണ്ട എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫ്ലോർ എക്സസൈസ് പോലെയുള്ളതാണ് ചെയ്യേണ്ടത്. ഇപ്പം ചിലർ, കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റ് പറയായിരുന്നു, അവർക്ക് ഹെർണിയ ഉണ്ട്, ഡോക്ടർ ഞാൻ കമന്ന് കിടന്ന് എങ്ങനെ എക്സസൈസ് ചെയ്യുമെന്ന്. അപ്പോൾ എനിക്ക് ഹെർണിയ ഉള്ളതുകൊണ്ട് അവർ വർഷങ്ങളായിട്ട് അവർ കമന്ന് കിടന്നിട്ടില്ല. അവർക്ക് പേടിയാണ്, കമന്ന് കിടന്നു കഴിഞ്ഞാൽ മുമ്പിലല്ലേ ഹെർണിയ ഇരിക്കുന്നത്, അതുകൊണ്ട് അതിനെന്തെങ്കിലും പറ്റുമോ എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ നമുക്കറിയാമല്ലോ, കുഞ്ഞുങ്ങൾക്ക് ഈ അമ്പലിക്കൽ ഹെർണിയൊക്കെ ഉള്ള പിള്ളേർ കമന്ന് നീന്താൻ തുടങ്ങുമ്പോഴാണ് അവരുടെ ഹെർണിയ മാറുന്നത്. അതായത് കമന്ന് നീന്താൻ തുടങ്ങുമ്പോൾ അവരുടെ മസില്, അബ്ഡോമിനൽ വാളിലെ റെക്ട മസിലുകളൊക്കെ ഉണ്ട്, അതൊക്കെ സ്ട്രോങ് ആകുമ്പോൾ ഹെർണിയ തന്നെ പോകും. അല്ലാതെ നമ്മൾ പിള്ളേരോട് കുഞ്ഞു പിള്ളേർക്ക് ഹെർണിയ ഉള്ളവർ ഇത് കമലാൻ വിടാതിരിക്കുകയല്ല ചെയ്യേണ്ടത്. അവർ കമന്ന് നീന്തി അവരുടെ എക്സസൈസും വന്നു കഴിയുമ്പോൾ, അതുപോലെ തന്നെ only thing നമ്മൾ വെയിറ്റ് ലിഫ്റ്റിംഗ് പോലെ ഉള്ളത് ഹെർണിയ ഉള്ളവർക്ക് പറ്റിയതല്ല.
പിന്നെ ചുമ വരുമ്പോൾ ഹെർണിയുള്ളൊരു സൂക്ഷിക്കേണ്ട വെയിറ്റ് ലിഫ്റ്റിംഗ് പോലെയുള്ളത് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ലിഫ്റ്റിംഗ് ഒട്ടും പാടില്ല എന്നത് വലിയ ഇതൊന്നും പാടില്ല. പിന്നെ ഉള്ളത് നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യരുത്. ശ്വാസം പുറത്തോട്ട് വിട്ടുകൊണ്ട് മാത്രമേ ലിഫ്റ്റ് ചെയ്യാവൂ. നമ്മൾ ഒരു പിടിക്കാൻ പോവുകയാണെങ്കിൽ അതിന് മുമ്പ് ശ്വാസം എടുക്കുക, അത് കഴിഞ്ഞിട്ട് ശ്വാസം പുറത്തോട്ട് വിടുന്നതനുസരിച്ച് പൊക്കാനും പാടുള്ളൂ. അല്ല എന്താന്ന് വെച്ചാൽ ഈ ശ്വാസം എല്ലാം കൂടെ ഇങ്ങോട്ട് നെഞ്ചിന്ന് ഇതെല്ലാം എടുത്തു വെച്ചിരിക്കുമ്പം ഡയഫ്രം താഴേക്ക് വരിക, അപ്പൊ വീണ്ടും വയറിനുള്ളിൽ സ്പേസ് ഇല്ലാതെ വരിക. അപ്പൊ അങ്ങനെ വരരുത്. ശ്വാസം വെച്ച് നമ്മൾ ഇതും പിടിച്ചോണ്ട് നിന്ന് പ്രഷർ കൂട്ടിക്കൊണ്ട് പിന്നെ അതിൻ്റെ ഒപ്പം നമ്മളുടെ ഇതും കൂടെ വരുമ്പോഴേക്കും എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ ബ്ലഡ് ഫ്ലോയും എല്ലാം കൂടെ കുറഞ്ഞ് താഴെ ഇതെല്ലാം കൂടെ വന്ന് മൊത്തത്തിൽ ഇൻട്രാ-അബ്ഡോമിനൽ പ്രഷർ കൂടും. അപ്പൊ അത് കറക്റ്റ് രീതിയിൽ ചെയ്യാന്നുള്ളതാണ്. പിന്നെ കമന്ന് കിടക്കുന്നതിനോ എക്സസൈസ് ചെയ്യുന്നതിനോ കുഴപ്പമില്ല. പ്രത്യേകിച്ച് അതുപോലെ തന്നെ നടുവിന് പ്രോബ്ലം ഉള്ളവർ, മറ്റൊരു ഹെർണിയ ഡിസ്കിന് ഹെർണിയ ഉള്ളവർ എക്സസൈസ് ചെയ്യില്ല. അവർക്ക് പേടിയാണ് എക്സസൈസ് ചെയ്യാൻ. അങ്ങനെയല്ല, അത് ഹെർണിയ മാറണമെന്നുണ്ടെങ്കിൽ, ഡിസ്കിന് സ്ട്രെങ്തൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എക്സസൈസ് കൊണ്ട് മാത്രം കാര്യമില്ല. കറക്റ്റ് ആയിട്ടുള്ള ന്യൂട്രീഷനും എടുത്തുകൊണ്ട് എക്സസൈസ് ചെയ്യണം. എന്നാൽ കറക്റ്റ് പ്രോട്ടീനും അവിടുത്തെ റീബിൽഡിങ്ങിന് വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് അവർക്കും കമന്ന് കിടന്ന് നട്ടെല്ലിന്റെ പ്രശ്നങ്ങൾക്ക് നമ്മൾ കമന്ന് കിടന്നുള്ള എക്സസൈസ് നടന്നുകൊണ്ട് മാത്രമൊന്നും നട്ടെല്ലിന്റെ ഹെർണിയേഷനൊന്നും മാറില്ല. അതിന് ബേസിക്കലി കമന്ന് കിടന്നുകൊണ്ടുള്ള എക്സസൈസ് ആണ് ഏറ്റവും കൂടുതൽ വേണ്ടി. അത് പക്ഷെ ചെയ്യുന്നത് കറക്റ്റായിട്ടുള്ള രീതിയിലായിരിക്കണം. അപ്പൊ അത് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഏതൊക്കെയാണ് എക്സസൈസ് നമുക്ക് ഇങ്ങനെ ഓവർ ചെയ്ത് നമുക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ശരിയാകില്ല. അത് ഓരോരുത്തരുടേതും അനുസരിച്ച് അത് വളരെ ജെന്റിലായിട്ടുള്ള എക്സസൈസ് ആയിരിക്കണം. ഈവൻ ബ്രീത്തിങ് രീതികൾ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ എങ്ങനെ ശ്വാസം വിടണം എന്നുള്ളതും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. തെറ്റായ രീതിയിൽ ചെയ്യുമ്പോഴാണ് പ്രോബ്ലം വരുന്നത്. ഹെർണിയകളിൽ നിന്ന് മോചനം നേടണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് നമ്മൾ ഒന്ന് എക്സസൈസ് ചെയ്ത് മസിലും ഫേഷ്യൽ സ്ട്രെങ്തൻ ചെയ്യണം, ലിഗമെന്റ്സ് സ്ട്രെങ്തൻ ചെയ്യണം. അതിന് വേണം എക്സസൈസും വേണം, അതിനൊപ്പം വേണ്ട ന്യൂട്രീഷൻ കിട്ടണം. ഈവൻ ശ്വാസം ഓക്സിജൻ ആവശ്യത്തിന് അങ്ങോട്ട് ചെല്ലണം. പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും ഒക്കെ അങ്ങോട്ട് ചെന്നാൽ മാത്രമേ ഈ റീബിൽഡിങ് നടക്കുകയുള്ളൂ. ബേസിക്കലി നമുക്ക് തീരെ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ നമ്മൾ കാണാറുള്ളത് വലിയ ഇപ്പം ഡിസ്ക് ഹെർണിയേഷൻ വന്നു, നട്ടലിന്റെ ഡിസ്ക് ഹെർണിയേഷൻ വന്നു, വേദന ഇരിക്കുന്ന ഒരാളെ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. റീസണബിൾ ഹെൽത്ത് ഉള്ള ഒരാൾക്ക് ഇപ്പൊ ചെറിയ വേദനയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ ലൈറ്റ് ആയിട്ടുള്ള പെയിൻ കില്ലേഴ്സും എടുത്തുകൊണ്ട് എക്സസൈസ് ചെയ്ത് യൂഷ്വലി മാക്സിമം 10 ദിവസം അല്ലെ 20 ദിവസമൊക്കെ ഈ പെയിൻ കില്ലേഴ്സ് പോലെയുള്ളതും വേണ്ടി വരാറുള്ളൂ. അത് നല്ല വേദനയൊക്കെ ഉള്ളവർക്ക്. അപ്പോഴേക്കും അതെല്ലാം നിർത്തി വേദനയും കുറഞ്ഞ് ആൾക്കാർ ഒരു റീസണബിൾ ഹെൽത്തിലേക്ക് വിതിൻ എ മന്ത് എത്താറുണ്ട്. അതുപോലെ ഒരു കറക്റ്റായിട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ ഓവർ വെയിറ്റ് ഉള്ളവർക്കൊക്കെ ഒരു 10% വെയിറ്റ് 1 മന്ത് കൊണ്ട് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഒരു 76 കിലോ 77 കിലോ ഉള്ള ആള് 70 കിലോ ആകുമ്പോഴേക്കും തന്നെ ആള് വ്യത്യാസം വരും. അതിനൊപ്പം നമ്മൾ ജസ്റ്റ് വെയിറ്റ് കുറച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. പട്ടിണി കിടന്ന് വെയിറ്റ് കുറച്ചുകൊണ്ട് ഒരു ബെനിഫിറ്റും കിട്ടിയില്ല. കാരണം പട്ടിണി കിടന്ന് നമ്മൾ വേണ്ട ന്യൂട്രീഷൻ ഇല്ലാതെ വരുമ്പോൾ നമ്മുടെ മസിലായിരിക്കും പോകുന്നത്. നമുക്ക് കുറയ്ക്കേണ്ടത്, വെയിറ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് കുറയ്ക്കേണ്ടത് കൊഴുപ്പാണ്. ആക്ച്വലി മസിലും ബോണും ബിൽഡപ്പ് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ അസുഖങ്ങളിൽ നമുക്ക് മാറാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഹെർണിയയില്ല. മസിലും ബോണും ബിൽഡപ്പ് ചെയ്യുകയും വയറിനകത്തൊക്കെ കെട്ടിയിരിക്കുന്ന കൊഴുപ്പ് മാത്രം പോവുകയും ചെയ്യണം. ഈവൻ ഹാർട്ടിനാണെങ്കിലും ഹാർട്ടിന് അസുഖം വരുന്ന ബ്ലോക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാത്തിലും ഈ രക്തക്കൊഴലിൽ കൊഴുപ്പ് അടിഞ്ഞിട്ടുണ്ടാവും. ഈ കൊഴുപ്പ് കൂടുതലുള്ളവരുടെ രക്തക്കൊഴലിലും എല്ലായിടത്തും കൊഴുപ്പായിരിക്കും. അപ്പം ഈവൻ ഈ ഓക്സിജനും ന്യൂട്രീഷനും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നേരെ പോകാൻ പോലും പറ്റില്ല. അപ്പൊ ഈ കൊഴുപ്പ് കുറയുന്നതനുസരിച്ച് രക്തക്കൊഴലുകൾ ഓപ്പൺ അപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ബോഡിയിൽ നമ്മുടെ റോഡൊക്കെ ഒന്ന് ക്ലീൻ ആകുകയാണ് ചെയ്യുന്നത്. റോഡിലെല്ലാം കുണ്ടും കുഴിയായിട്ട് ഇരിക്കുകയാണ്, എല്ലാം ബമ്പാണ്. ആ ബമ്പിൽ കൂടെ ഇതൊന്നും പോകുന്നൊന്നും നടക്കുകയില്ല. അപ്പൊ അത്ര ഡിഫിക്കൽട്ടിയാണ് ഈ ബ്ലഡിന് പോലും സർക്കുലേറ്റ് ചെയ്യാൻ. അപ്പൊ ഈ ബമ്പും കുണ്ടും കുഴിയും ഒക്കെ മാറി വരണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മുടെ ബോഡിയിൽ ഇതും വരും. അതൊപ്പം തന്നെ കുടവയറും കുറഞ്ഞു വരും. അപ്പൊ ആ നട്ടലിനാണെങ്കിൽ നമ്മുടെ ഒരു നോർമൽ ഒരു ഹ്യൂമൻ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഷേപ്പ് തെറ്റിയാൽ നമ്മുടെ ആ കുടവയറ് വന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫാറ്റും എല്ലാം നിന്നും ആ ഷേപ്പ് തെറ്റുമ്പോൾ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ തുടങ്ങുവാണ്. അപ്പം ശരിക്കും എല്ലാവരും വെക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും നമ്മൾ ഒരു പ്രൈവറ്റ് ഏരിയയിൽ ഒരു മിറർ ഉണ്ടാവണം.
ഒരു മിറർ ഉണ്ട് നമ്മുടെ കറക്റ്റ് നമുക്ക് എന്താണ് ഒരാളുടെ കറക്റ്റ് ഒരു ബോഡി സ്ട്രക്ചർ, മെയിലാണേലും ആണാണേലും പെണ്ണാണേലും അയാളുടെ ബോഡി ഏറ്റവും ഐഡിയൽ ഷേപ്പ് എന്താന്ന് എല്ലാവരും അറിയണം. നമ്മളിപ്പോൾ ഈ ഷേപ്പ് ഈ ഡ്രസ്സിനകത്ത് ഇരിക്കുന്നതുകൊണ്ട് മാത്രമാണ് പലരും ഇതൊന്നും അറിയുന്നില്ലാത്തത്. അപ്പൊ നമ്മൾ ആ മിററിൽ എല്ലാവർക്കും വേണ്ട ഒരു അത്യാവശ്യമാണ് ഒരു ഫുൾ ലെങ്ത് മിററാണ്. അതിൽ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റണം വാട്ട് ഈസ് നമ്മുടെ ഷേപ്പ് എന്നുള്ളത്. പിന്നെ എല്ലാവരും കൊച്ചുപിള്ളേർ മുതൽ വലിയവരാണെങ്കിലും അറിയേണ്ടത് ഒരു ഹ്യൂമൻ മെയിലാണേലും ഫീമെയിൽ ആണേലും അവരുടെ ഏജിനുള്ള ഐഡിയൽ ബോഡി ഷേപ്പ് എന്താണെന്ന് അറിയണം. അതിൽ തെറ്റിയാൽ അപ്പം തന്നെ അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളിലേക്കൊന്നും പോവുകയില്ല. തീരെ മെലിഞ്ഞു ഇരിക്കാൻ പാടില്ല, ഓവർ ആകാനും പാടില്ല. ആ കറക്റ്റ് സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ ഈ നേരത്തെ നമ്മളിപ്പോ ഈ ഹെർണിയാസിനെ പറ്റി സംസാരിച്ചപ്പോൾ ഹെർണിയാസ് വരാനുള്ള ഒരു മേജർ കാരണം തന്നെ നമ്മളുടെ ഈ മസിലിൻ്റെയോ അല്ലെങ്കിൽ ഈ കണക്റ്റീവ് ടിഷ്യൂയുടെയൊക്കെ ബലക്കുറവോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും അപാകതകളോ ഉണ്ടാണെന്നൊക്കെയാണ് നമ്മൾ കേട്ടത്. അപ്പം ഈ മസില് വെക്കാനായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് വളരെ കോമൺ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്. അതേസമയം ഈ കണക്റ്റീവ് ടിഷ്യൂയുടെ ആരോഗ്യം ബെറ്റർ ആക്കാനായിട്ട് ഇപ്പൊ ഈ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്ന അത്ര പ്രാധാന്യമുള്ള ഒരു ഐറ്റം ആയതുകൊണ്ട് അതിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് ശരിക്കും എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഈ മസിലും കണക്റ്റീവ് ടിഷ്യൂവും ഒന്നിച്ചു പോകുന്നവരാ. ഇപ്പം നമ്മൾ ഈ നോൺ വെജ് ഒക്കെ കഴിക്കുന്നവർ നമ്മൾ ആ മസിലിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ജെല്ലി എന്നൊക്കെ പറഞ്ഞ് കിട്ടുമല്ലോ ചില പ്രോട്ടീൻ പൗഡറുകളൊക്കെ. മീറ്റ് ഈറ്റേഴ്സ് ഒക്കെ കൂടുതലും അവർക്ക് മസിലാണ് വേണ്ടത്. അപ്പോൾ ഈ ടെൻഡൻസും അതിനൊന്നും ഇല്ലാതെ അതൊക്കെ വേസ്റ്റ് ആയിട്ട് പോകും. ശരിക്കും ഈ ബോണിനകത്തും നമ്മളുടെ ഈ ടെൻഡൻസ് ആയിട്ടുള്ളതും അതൊന്നും ഈറ്റിങ്ങിന് നമുക്ക് കുക്കിങ്ങിനും അത് ആർക്കും ടേസ്റ്റ് ആയിട്ട് തോന്നില്ല. ഇതിനെല്ലാം ഈ മറ്റേ മീറ്റ് ഷോപ്പിൽ നിന്നുള്ള അതിന് മാർക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇതിനെയെല്ലാം കൊണ്ടുപോയി പ്രോസസ്സ് ചെയ്ത് അതിനെ നല്ല കളർഫുൾ ആയിട്ട് ഈ ജെല്ലി എന്നൊക്കെ പറഞ്ഞ് പിള്ളേർക്കൊക്കെ കൊണ്ടുവന്നതും അതിൻ്റെ കൂടെ കുറച്ച് സാധനങ്ങളും കൂടെ ഒക്കെ ഇട്ടാണ് ഈ ജെല്ലികളും അതും ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ അതാണ് പലപ്പോഴും ഈ കൊളാജൻ എന്നൊക്കെ പറഞ്ഞ് പല ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടും എന്താ സ്കിൻ മറ്റേ കോസ്മെറ്റിക്കിന്റെ ഭാഗമായിട്ടും ഒക്കെ ഉപയോഗിക്കുന്ന അത്തരം നമ്മളുടെ ഈ ബുച്ചറിങ് ഷോപ്സിന്റെ വേസ്റ്റിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന സാധനങ്ങളാണ് ഇവനത് ഫുഡിനായിട്ടും ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് വെരി ഇമ്പോർട്ടൻറ്റ് പ്രോട്ടീനാണ്. അതായത് മസിൽ നമുക്ക് ഈറ്റ് ചെയ്യാൻ മസ്കുലർ ഇതൊന്നും വരുന്നേ ഉള്ളൂ. പക്ഷെ മറ്റേതാണ് ആക്ച്വലി നമ്മളുടെ ബോഡിക്ക് സ്ട്രെങ്ത് കൊടുക്കുന്ന ഏറ്റവും വലിയ ഘടകം. മസിൽ കൺട്രാക്ട് ചെയ്ത് നമ്മളെ മൂവ്മെന്റ്സ് പോസിബിൾ ആക്കുന്നതാണ്. ഹാർട്ടിന്റെ മൂവ്മെന്റിനും കൈയും കാലും അനക്കുന്നതിനൊക്കെ സ്കെലിറ്റൽ മസിലിനും ഇൻഡസ്റ്റൈനും ഒക്കെ മസിൽ വരുന്നുണ്ട്. പക്ഷെ ഇതിനെല്ലാം കവർ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഏറ്റവും സ്ട്രോങ്ങർ ആയിട്ടുള്ള സാധനം ഫേഷ്യാണ്. അപ്പൊ ഈ ഫേഷ്യ ഉണ്ടാക്കിയിരിക്കുന്ന മസിൽ തന്നെയാണ്. അത് വേറെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മസിലുകളാണെന്നുള്ളതാണ്. അപ്പൊ അതിന് വരുന്ന വീക്ക്നെസ് ആണ് നമ്മൾ കൊളാജൻ വാസ്കുലർ ഡിസീസ് എന്ന് പറയുമല്ലോ. പ്രത്യേകിച്ച് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, SLE, സാർക്കോയിഡോസിസ്, ഇങ്ങനത്തെ മിക്കവാറും എല്ലാ ഇത്തരം അസുഖങ്ങളുടെയും ഈ കൊളാജൻ എന്ന് പറയുന്നത് നമ്മളുടെ മസിലുകളെയും എല്ലാ ടിഷ്യൂവിനെയും, മസിലിനെ മാത്രമല്ല എല്ലാത്തിൻ്റെയും ബേസ് ആയിട്ട് കിടക്കുന്ന സാധനമാണ്. അതിന് വരുന്ന അസുഖത്തിനാണ് നമ്മൾ വാമവാദം എന്നൊക്കെ പറയുന്ന ജോയിന്റിന്റെ ഈ കൊളാജൻ വാസ്കുലർ ഡിസീസ് കൊളാജനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. ഈ വാസ്കുലർ എന്ന് പറയുന്ന ഈ മസിലിനെ ഉണ്ടാക്കിയിരിക്കുന്ന ഈ രക്തക്കൊഴലുകളെ ഉണ്ടാക്കാൻ ഇത് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. രക്തക്കൊഴലിന്റെ മസിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കൊളാജനും ഇലാസ്റ്റിനുമാണ് വരുന്നത്. ഇപ്പം ബോണിനകത്തും കൊളാജനും ഇലാസ്റ്റിനും വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ടെൻഡൻസിലൊക്കെ മോർ ഇലാസ്റ്റിക് ടിഷ്യൂം കൂടെ, ഇലാസ്റ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീനും കൂടെ കൂടുതൽ ഉണ്ടാകും. അപ്പം മോർ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഈവൻ ലങ്സ് വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യണമല്ലോ. അപ്പം മോർ ഇലാസ്റ്റിൻ ഉണ്ടാവും. അപ്പൊ അതിന് വരുമ്പോഴാണ് ഇഡിയോപ്പത്തിക് ലങ് ഫൈബ്രോസിസ് എന്നൊക്കെ പറയുന്ന അസുഖങ്ങളുണ്ടല്ലോ. അതൊക്കെ ആ ഇലാസ്റ്റിക് ടിഷ്യൂ, അതുപോലെ ഈ COPD അതുപോലത്തെ അസുഖങ്ങളൊക്കെ വരുമ്പോൾ ആ ഇലാസ്റ്റിക് ആൻഡ്
ലാസ്റ്റിൻ ആൻഡ് ഈ ലങ്സിൻ്റെയും ആൽവിയോളയുടെയും ഇടയിലുള്ള ഇവർക്കൊക്കെയാണ് ഡാമേജ് വരുന്നത്. അപ്പം ഇതിനും വേണ്ടത് കറക്റ്റായിട്ടുള്ള പ്രോട്ടീൻ വേണം. ഈ പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു 21 അമിനോ ആസിഡ്സ് ആണ്. ഇത് നമ്മൾ കഴിക്കുന്ന ഈ ഫിഷ് ആണേലും മീറ്റ് ആണേലും പയറുവർഗ്ഗങ്ങളാണേലും ഹൈ പ്രോട്ടീൻ ഡയറ്റിലെല്ലാം അതിനെയെല്ലാം അമിനോ ആസിഡ്സ് ആയിട്ടാണ് മാറ്റുന്നത്. ഈ അമിനോ ആസിഡ്സിന് തന്നെ നമുക്ക് ബോഡിക്ക് വേണ്ട ഒരു പ്രത്യേക കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ചില അമിനോ ആസിഡ്സിനെ നമ്മുടെ ബോഡിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ചില അമിനോ ആസിഡ്സിന് നമ്മുടെ ബോഡിക്ക് മറ്റ് ചിലത് ഇപ്പോൾ അമിനോ ആസിഡ്സിൽ നിന്ന് ഉണ്ടാക്കും. അപ്പൊ ഈ 20 അമിനോ ആസിഡ്സിൽ തന്നെ ഒരു 9 എണ്ണം എസെൻഷ്യലാണ്. അത് നമുക്ക് ഭക്ഷണത്തിൽ കൂടെ കിട്ടിയേ പറ്റുള്ളൂ. പിന്നെ ഒരു 3-4 എണ്ണം, 2 എണ്ണമാണ് മെയിൻലി, പിന്നെ ഒരു 3-4 എണ്ണമൊക്കെ നമുക്ക് ബോഡിക്ക് ചില സമയത്ത് കുറേയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ചിലത് മറ്റേ നമ്മുടെ ഫാറ്റിൽ നിന്നും കാർബോഹൈഡ്രേറ്റിൽ നിന്നും ഒക്കെ ഉണ്ടാക്കാം. അപ്പൊ ഇതിന്റെ എല്ലാം ഒരു കൃത്യം പ്രൊപ്പോർഷനിൽ കിട്ടുമ്പോഴാണ് ഈ അമിനോ ആസിഡ്സ് ആണെങ്കിൽ തന്നെ കുറെ പ്രോട്ടീൻ എന്തെങ്കിലും കഴിച്ചിട്ട് മാത്രമല്ല, അതെല്ലാം നമ്മുടെ ബോഡിയിൽ കറക്റ്റ് പ്രൊപ്പോർഷനിൽ കിട്ടണം. അപ്പോഴാണ് നമ്മുടെ ഈ മസിൽ ബിൽഡിംഗ് ആണെങ്കിലും ഫേഷ്യൽ ബിൽഡിംഗ് ആണെങ്കിലും ലിഗമെന്റ് ബിൽഡിംഗ് ആണെങ്കിലും ഒക്കെ പ്രോപ്പർ ആവുള്ളൂ. അതിന് നമ്മൾ കഴിച്ചാൽ മാത്രം പോരാ, അതിനൊപ്പം നമ്മുടെ ഈ നമ്മൾ എന്തിനാണ് ഈ എക്സർസൈസ് ചെയ്യുന്ന രോഗികളാണെങ്കിൽ അവർ എക്സർസൈസ് ചെയ്യേണ്ട ആവശ്യം എന്നാന്ന് വെച്ചാൽ, എക്സസൈസ് എന്നുള്ളതെന്ന് പറയുന്നത് നമ്മൾ എന്ന് പറഞ്ഞാൽ വ്യായാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിപ്പണിയല്ല, അത് നമ്മുടെ സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളുടെ ബോഡിയെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാവുന്നത് നമ്മളുടെ ബില്ലനുസരിച്ച്. ഇപ്പൊ നമ്മുടെ ഹാർട്ടിൻ്റെയൊക്കെ നമ്മൾ അത് ഓട്ടോമാറ്റിക്കാ, ക്രിയേറ്റർ തന്നെയാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അതായത് നമ്മുടെ ആരുണ്ടാക്കിയിരിക്കുന്ന അവർ തന്നെയാണ് അതിൻ്റെ കൺട്രോള്. നമുക്കാകെ കൺട്രോൾ ചെയ്ത് തന്നിരിക്കുന്നത് നമ്മുടെ സ്കെലിറ്റൽ മസിലും നമ്മളുടെ സെൻസ് ഓർഗൻസിനെയും പിന്നെ നമ്മളുടെ ബോണുകളെയാണ്. ബോണിനെ ആക്ട് ചെയ്യണമെങ്കിൽ പോലും അതിനാണ് സ്കെലിറ്റൽ മസിൽസ് ഉള്ളത്. അപ്പം ഇത്തരത്തിൽ മാത്രമേ നമുക്ക് കൺട്രോൾ ഉള്ളൂ. ഭക്ഷണം കഴിക്കുന്നതിന് നമുക്ക് കൺട്രോൾ ചെയ്യാം, ഈ ആക്ടിവിറ്റിയെ നമുക്ക് കൺട്രോൾ ചെയ്യണം. അപ്പൊ ഇത് നമ്മൾ ഈ ആക്ടിവിറ്റി ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും എവിടെയെങ്കിലും നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സെൽസിലേക്ക് മാത്രമേ നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ പോവുള്ളൂ. നമ്മൾ കാര്യമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിലേക്ക് പോകും. നമ്മൾ കൈ വെച്ചത് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ കയ്യിലേക്ക് പോകും. അപ്പം നട്ടെല്ല് വരുകയും മടങ്ങുകയും ചെയ്താലേ അങ്ങോട്ട് രക്തോട്ടം ഉണ്ടാവുള്ളൂ. അപ്പം നട്ടെല്ല് അനക്കാതെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ദ്രവിച്ചു പോകത്തേ ഉള്ളൂ. അതാണ് ഒരു ബേസിക് പ്രിൻസിപ്പിളാണ്. ഒരു പാട്ട് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് ഇപ്പം ഒരു വെറുതെ ഇരിക്കുന്ന ഒരു ഡോറ് അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ അത് നശിഞ്ഞു പോകുമല്ലോ, കാരണം അത് തുരുമ്പ് പിടിച്ചു പോകുമെന്ന് പറഞ്ഞ പോലെ ഉപയോഗിക്കാതെ ഇരിക്കുന്ന അവയവങ്ങൾ ഏതാണേലും, മസിൽ ഏതാണേലും, ബോണ് ഏതാണേലും അത് ദ്രവിച്ചു പോകും. അപ്പൊ ആ ദ്രവിക്കാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് വ്യായാമത്തിന്റെ പർപ്പസ്. വ്യായാമം ചെയ്യുമ്പോൾ അവിടെ ആക്ടിവേറ്റഡ് ആകും, അങ്ങോട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടും. അപ്പൊ അങ്ങനെ വേണം ഒരു പാർട്ടിനെ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, വ്യായാമം കൂടെ ഒപ്പം പോകണം. അതും ഭക്ഷണം വെറുതെ എന്തെങ്കിലും കഴിച്ചിട്ട് കാര്യമില്ല. നമുക്ക് വേണ്ട ന്യൂട്രീഷൻ കറക്റ്റ് പ്രപ്പോർഷൻ കിട്ടുന്ന ഭക്ഷണമാവണം. അപ്പൊ അവിടെയാണ് ഏറ്റവും ഡിഫിക്കൽറ്റി വരുന്നത്. കാരണം ലോകത്ത് ഒരു ഭക്ഷണവും ഇല്ല എല്ലാം കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ ഒരു ന്യൂട്രീഷൻ ഒരു ഇതിൽ പറയുന്ന ഒരു പ്രിസ്ക്രിപ്ഷൻ വെച്ചുകൊണ്ട് ഇപ്പം 2 ചപ്പാത്തിയും അല്ലെങ്കിൽ 4 ഇപ്പം നമ്മൾ സാധാരണ ന്യൂട്രീഷൻ ഡയറ്റീഷ്യന്റെ പ്രിസ്ക്രിപ്ഷൻ കാണുന്നുണ്ട്, രാവിലെ 2 ചപ്പാത്തി കുറച്ച് ഇത് അല്ലെങ്കിൽ പച്ചക്കറി ഇത്ര, അങ്ങനെ. അതിനകത്തു നിന്നൊക്കെ നമുക്കിപ്പം പ്രത്യേകിച്ച് ഇപ്പം എല്ലാം നമ്മൾ ഈ ആർട്ടിഫിഷ്യലി മറ്റേ കൃഷി ചെയ്യുന്നതും കൂടെ. അപ്പം ഇപ്പോൾ ഒരിടത്ത് കൃഷി ചെയ്യുന്ന വെണ്ടയ്ക്കൊക്കെ ഉള്ളതായിരിക്കുകയല്ല നാച്ചുറലി ഉണ്ടാകുന്ന വെണ്ടയ്ക്കും ഇത് വരുന്ന കൃഷി ചെയ്ത് വരുന്ന വെണ്ടയ്ക്ക് എല്ലാത്തിനും വ്യത്യാസങ്ങളുണ്ടാകും. സോ അവിടെയാണ് ഏറ്റവും വലിയ ഡിഫിക്കൽറ്റി വരുന്നത്. പിന്നെ കുക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും കുറേ ന്യൂട്രീഷൻ പോകും. അപ്പം എന്തോരം വന്നാൽ എത്ര ക്വാണ്ടിറ്റി കഴിച്ചാൽ അവിടെയാണ് നമ്മളുടെ ഡിഫിക്കൽറ്റി വരുന്നത്. അപ്പം ബേസിക്കലി നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷന് ആ ന്യൂട്രീഷൻ്റെ കാര്യങ്ങളും കൂടെ കറക്റ്റ് ചെയ്യാനായിട്ട് പ്രത്യേക ഫുഡ് തന്നെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതെല്ലാം ഏകദേശം കറക്റ്റ് ഒരു മനുഷ്യന് വേണ്ട രീതിയിലുള്ളത് ഉണ്ടെന്ന് ഉറപ്പാക്കിക്കൊണ്ടുള്ളത് കൊടുക്കുകയും കൂടെ ചെയ്യാം. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ടേസ്റ്റിനും ഒക്കെ ഒരു ആവശ്യമാണല്ലോ. നമ്മൾ ഇത്ര നാളും കഴിക്കാതിരുന്ന ഒരു ഫുഡ് മാത്രം കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കും അത്
പലപ്പോഴും നമുക്ക് പറ്റാതെ വരും. എല്ലാവരും നമ്മൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്ലഷർ എന്തിലാണ്? നമ്മുടെ ഏറ്റവും വലിയ ആനന്ദം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ഭക്ഷണം കഴിക്കാതിരിക്കുക, ഭക്ഷണം വേണ്ടാന്ന് വയ്ക്കാൻ നമുക്ക് പറ്റുകയില്ല. കാരണം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഭക്ഷണം നമ്മൾ കഴിക്കുന്നതെങ്കിലും നമ്മളുടെ എല്ലാ സെൻസസും, സ്മെല്ലും ടേസ്റ്റും ടച്ചും കാഴ്ചയും ഈവൻ ഹിയറിങ്, നമ്മൾ ആ ഒരു സാധനം നമ്മൾ എൻജോയ് ചെയ്യുന്നതിൻ്റെ ക്രിസ്പിനെസ്, അതിൻ്റെ സോഫ്റ്റ്നെസ്, ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ടാണ് നമ്മൾ എൻജോയ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ മധുരവും കയ്പും ഇതൊന്നും മാത്രമല്ല വരുന്നത്. അപ്പം നമ്മളുടെ മനുഷ്യന് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഓവർ വെയിറ്റ്. ഇപ്പം ഭക്ഷണം ഇഷ്ടം പോലെയുണ്ട്, ആക്ടിവിറ്റീസ് കുറവാണ്. ഏറ്റവും ജങ്ക് ഫുഡിനാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത്. ഇതുകൊണ്ടൊക്കെയാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഹെൽത്ത് പ്രോബ്ലംസിന്റെ കാരണം. അപ്പൊ അത് മനസ്സിലാക്കി നമ്മളുടെ ആരോഗ്യത്തിന് വേണ്ടത് ഭക്ഷണമാണ്, അതുപോലെ എല്ലാ രോഗത്തിനും കാരണവും ഭക്ഷണമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ ആ ഭക്ഷണത്തിനെ കൺട്രോൾ ചെയ്യാനും ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ടേസ്റ്റ് മേക്കേഴ്സ് വഴിയുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കാനും നോക്കാം. കാരണം നമ്മളുടെ ബ്രെയിനിനെയും നമ്മുടെ സിസ്റ്റത്തിനെയും ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെയും എല്ലാം നമ്മൾ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. ഈ ആർട്ടിഫിഷ്യലി ഓവറായിട്ട് ടേസ്റ്റ് ഉണ്ടാക്കി. ഇപ്പം ഏറ്റവും കൂടുതൽ ടേസ്റ്റ് മധുരവും ഓയിലും കൂടെ ആഡ് ചെയ്ത് എന്തിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മധുരവും എന്ത് ജങ്ക് സാധനത്തിനും ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം നമുക്കറിയാം മൈദ, നമ്മളെല്ലാ പേസ്ട്രീസും ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് മൈദ. അറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മൈദ ഈസ് വെരി ഡേഞ്ചറസ് സാധനമാണെന്ന്. അതിനകത്തേക്ക് കുറെ ഹൈഡ്രജനേറ്റഡ് ഫാറ്റ്, അതുമാണ് ഏറ്റവും വലിയ ജങ്ക്. ആ ഹൈഡ്രജനേറ്റഡ് ഫാറ്റിനകത്ത് നെക്സ്റ്റ് ഇടുന്ന സാധനം ഷുഗർ. ഈ 3 സാധനത്തിന്റെ മിക്സും അതിൻ്റെ കൂടെ കുറെ കളറും പ്രിസർവേറ്റീവും ടേസ്റ്റ് മേക്കേഴ്സും കൂടെ ആഡ് ചെയ്താണ് ഇന്നത്തെ നമ്മളുടെ ഏറ്റവും ടേസ്റ്റി, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടും അതായത് നമ്മുടെ കണ്ണിനെയും നാക്കിനെയും സ്മെല്ല്, മൂക്കിനെയും എല്ലാം പ്ലീസ് ചെയ്യുന്ന സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിൽ വീഴാതെ നമ്മൾ എങ്ങനെ പിടിച്ചു നിൽക്കാമെന്നുള്ളതാണ് ഓരോരുത്തരും പഠിക്കേണ്ടത്. അപ്പൊ അതിൻ്റെ ശരിക്കും നമ്മൾ കറക്റ്റ് നമുക്ക് ന്യൂട്രീഷണൽ സെൻസിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആർട്ടിഫിഷ്യൽ സാധനങ്ങൾ ഇട്ടതിനോട് നമുക്കൊരു ഡിസ്ലൈക്ക് വരും. പക്ഷെ അതിൽ എത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറാതെ പറ്റില്ല. അത് മാറി കറക്റ്റായിട്ട് നമ്മളിപ്പോൾ ഞാൻ പലപ്പോഴും കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ഒരു 3 മാസം കറക്റ്റായിട്ടുള്ള ഫുഡും കഴിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് വെയിറ്റും കുറഞ്ഞ് എല്ലാം കഴിയുമ്പോൾ പിന്നെ ഇങ്ങനത്തെ ഈ വേസ്റ്റ് ഫുഡിനോടുള്ള ഇൻട്രസ്റ്റ് പോകും. അത് അവർക്ക് ടേസ്റ്റായിട്ട് തോന്നുകയില്ല. ആ ഒരു നിലയിൽ എത്തിക്കാൻ പറ്റണം. അവിടെയാണ് നമ്മുടെ സക്സസ് വരുന്നത്. ഈ ഹെർണിയയ്ക്കുള്ള സർജറിയിൽ ഈ മെഷ് ആണ് ഒരു മെയിനായിട്ട് ഒരു കാര്യമായിട്ട് യൂസ് ചെയ്യുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പം പക്ഷെ അതേസമയം ഈ മെഷ് തന്നെയാണ് ഒരു 20% ഹെർണിയ സർജറീസിൽ ഒരു ബുദ്ധിമുട്ട് പിന്നീട് ഉണ്ടാക്കുന്നതുമായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഹെർണിയയുടെ ഈ മെഷ് ഇടുന്നത് കൊണ്ട് എങ്ങനെയാണ് ഈ ഒരു സൈഡ് എഫക്റ്റോ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നത്? 2 തരം മെഷുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള. ഒന്ന് ആർട്ടിഫിഷ്യൽ, അത് അബ്സോർബ് ചെയ്യൂല, അതങ്ങനെ ഇരിക്കും. അത് ഈ ഒരു പോളിസ്റ്റർ, പോളിത്തീൻ പോലെയുള്ള. അപ്പോൾ നമ്മൾ ഈവൻ സ്റ്റിച്ചിങ്ങിന്, നമ്മളിപ്പോൾ ഓപ്പറേഷനിൽ സ്റ്റിച്ചിങ്ങിന് ഉപയോഗിക്കുമല്ലോ, അപ്പോൾ അതിലാണെങ്കിൽ ഒരു ടൈപ്പ് അബ്സോർബിൾ ആണ്. അത് പലപ്പോഴും നമ്മുടെ ഈ ചില ജീവികളുടെ ഇൻഡസ്ട്രിയിൽ, നമ്മുടെ ഹ്യൂമൻ അല്ല മറ്റ് ജീവികളുടെ അതിൻ്റെ ഈ അബ്സോർബിൾ സാധനങ്ങൾ വെച്ചുണ്ടാക്കുന്നതാണ് കൂടുതലും. പിന്നെ ഉള്ളത് ആർട്ടിഫിഷ്യൽ സാധനങ്ങൾ വെച്ച് നമ്മുടെ ബോഡിക്ക് ഇനേർട്ടായിട്ടുള്ളത്. പക്ഷെ ഇതിനകത്തൊക്കെ ഈ മെഷ് പോലെയാണല്ലോ, അതിനകത്ത് ഈ ബാക്ടീരിയയും ഇതുമൊക്കെ കയറിയിരിക്കുക. അപ്പം വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രോബ്ലം ഈ ഇതിൻ്റെ എല്ലാം, ഇതിപ്പം അബ്സോർബിൾ ആണെങ്കിലും അബ്സോർബിൾ അല്ലാത്തതാണെങ്കിലും. അബ്സോർബിൾ ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴും അത് അബ്സോർബ് ചെയ്ത് പോകും. അപ്പോഴേക്കും നമ്മൾ മസിലും എല്ലാം വീക്കായി വീണ്ടും തിരിച്ചു വരാം. അബ്സോർബിൾ ആകുമ്പോൾ, അതുകൊണ്ട് ഹെർണിയയ്ക്ക് നമ്മൾ സാധാരണ നിലയിൽ അബ്സോർബിൾ ഇടുകയില്ല. ഹെർണിയ ഓപ്പറേഷനിലൊക്കെ ആണെങ്കിൽ ഈവൻ സ്റ്റിച്ചിങ്ങിന് പോലും ഉപയോഗിക്കുന്നത് നോൺ അബ്സോർബിൾ ആയിട്ടുള്ള സ്റ്റിച്ചിങ് നൂലാണല്ലോ ബേസിക്കലി സ്റ്റിച്ച് ചെയ്യാൻ. നമ്മൾ സാധാരണ ഇതിൽ സിൽക്കും കോട്ടനും ഇതൊക്കെ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നതാണ്. നമ്മൾ സ്റ്റിച്ചിങ്ങിൽ നമ്മുടെ
ഓരോ ഓപ്പറേഷനിലെ മുറിവുകൾ കറക്റ്റ് ചെയ്യാനായിട്ട് കോട്ടണും സിൽക്കും ഒക്കെ നൂലുകൾ ഉപയോഗിക്കും. യൂഷ്വലി കോട്ടണും സിൽക്കും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ പുറമെ സ്കിന്നിലുള്ളത് അത് നമ്മൾ എടുത്തു കളയുമല്ലോ. അതാണ് ഏറ്റവും കോട്ടണും സിൽക്കും ഒക്കെ പോലെയുള്ളതാണ് ഏറ്റവും ബോഡിക്ക് റിയാക്ഷൻ ഉണ്ടാക്കാത്തത്. അപ്പൊ എടുത്തു കളയുന്നവർക്ക് അത് കുഴപ്പമില്ല. പക്ഷെ ഉള്ളിൽ വരുമ്പം ഈ കോട്ടണും സിൽക്കിനും ഒക്കെ കുറച്ച് ഫൈബ്രസ് അതിനൊക്കെ കയറി ഇത് വരാൻ അതിന്റെ സ്ട്രെങ്തും കുറവാണ്. അപ്പൊ നമ്മൾ ആർട്ടിഫിഷ്യലി ഉള്ള പ്രോലിൻ എന്നൊക്കെ പറഞ്ഞ മെറ്റീരിയൽ വെച്ചുള്ള സ്ട്രോങ്ങർ ആയിട്ടുള്ള നൂലുകളാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം ഹാർട്ടിന്റെ സർജറി ബൈപ്പാസ് ഒക്കെ ചെയ്യുമ്പോൾ എന്താ നമ്മളുടെ ഈ സെൻട്രൽ ഇത് തന്നെ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനെ ശരിക്കും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റീൽ വയേഴ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം അത് വല്ലതും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നെഞ്ചാണ് ഹാർട്ടും ലങ്സും എല്ലാം അതിനകത്താണ് ഇരിക്കുന്നത്. അപ്പൊ പലപ്പോഴും അതിന് സ്റ്റീൽ വയേഴ്സ് യൂസ് ചെയ്യും. ഈ സ്റ്റേർണം കാരണം നമ്മുടെ ഈ മിഡിൽ ബോൺ വരുന്നത് അതിനെ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ ഈ സ്റ്റീൽ വയേഴ്സ് ആണ് പലപ്പോഴും ഈ ബൈപ്പാസ് സർജറി അല്ലെങ്കിൽ ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഹെർണിയയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴും നമ്മളിപ്പോഴും നോൺ അബ്സോർബിൾ ആണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഇത് അബ്സോർബ് ചെയ്യില്ല. നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് അത് എപ്പോഴും ഒരു ചാലഞ്ചായിട്ട് അവിടെ നിൽക്കുക. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് നമ്മുടെ ബോഡിയുടെ അല്ലാത്ത എന്ത് തിന്നാലും എടുത്തു കളയണമെന്നുള്ളതാണ്, അതിനെ മാറ്റണമെന്നുള്ളതാണ്. അപ്പൊ അവർക്കത് പറ്റാതെ വരും. അപ്പൊ അവരും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ആയിട്ട് എപ്പോഴും ഒരു ഫൈറ്റിംഗ് ആയിട്ട് നിൽക്കും. അതിന്റെ ഇടയിൽ വല്ല ബാക്ടീരിയയും കൂടെ വന്ന് അതിനകത്ത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊരു ഇൻഫെക്ഷൻ ആയിട്ട് പോകാം. പിന്നെ പലർക്കും അതൊരു ഇറിറ്റേഷൻ ആയിട്ട് നിൽക്കും. അതായത് നമ്മുടെ മസിലിന്റെയും നമ്മുടെ ഈ ഫേഷ്യയുടെ ഇടയിൽ അല്ലെ സ്കിന്നിന്റെയും ഒക്കെ ഇടയിലായിട്ട് ഈ ആർട്ടിഫിഷ്യൽ സാധനം നിൽക്കുകയല്ലേ. അപ്പൊ അതെപ്പോഴും ഒരു ഇറിറ്റേഷൻ വരും. പിന്നെ പലപ്പോഴും കാണാമല്ലേ ഈ എന്ത് ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ടും ചിലപ്പോൾ അവിടെ നിന്ന് ഒരു പഴുപ്പൊക്കെ വരും. അപ്പോഴായിരിക്കും പിന്നെ അബ്സോർബിൾ സ്യൂച്ചർ ആണെങ്കിൽ പോലും ഉണ്ട്, അതിന് നമ്മുടെ ബോഡിക്ക് ചിലപ്പോൾ അതിനെ അബ്സോർബ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ അത് അവിടെ കിടന്നൊരു പഴുപ്പ് പോലെ ഉണ്ടാവും. പിന്നെ ആ പഴുപ്പിനകത്തുനിന്ന് അതെടുത്ത് കളഞ്ഞു കഴിയുമ്പോഴായിരിക്കും പിന്നെ ആ മുറിവൊന്ന് ഹീൽ ചെയ്യുന്നത്. നമ്മൾ പലരും ഓപ്പറേഷൻ ഈവൻ നമ്മൾ സിസേറിയനും ഹിസ്റ്ററക്ടമിയും ഒക്കെ കഴിഞ്ഞിട്ടും ഇങ്ങനത്തെ ഈ സ്റ്റിച്ചിങ് മെറ്റീരിയൽ നമുക്ക് പിടിക്കാത്ത വരുന്നത് കൊണ്ടുള്ള അലർജികളും ഒക്കെ വരാറുണ്ട്. പിന്നെ നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ പ്രോലിനൊക്കെ പോലെയുള്ളത് പലപ്പോഴും നമ്മൾ അതാണ് കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആയി. കാരണം ഒരു ചുമയൊക്കെ വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് അങ്ങ് വിട്ടുപോകരുത്. കാരണം 7 ദിവസമൊക്കെയാണ് അല്ലാത്തത് അബ്സോർബിൾ സ്വിച്ചറിന്റെ ഇത് വരുന്നത്. അപ്പം ചില വീക്ക് പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അതായിരിക്കും. പിന്നെ ഈ പ്രോബ്ലമൊക്കെ പോലെയുള്ളതായിരിക്കും അവർക്ക് പ്രോബ്ലം ഉണ്ടാക്കുന്നത്. അതുപോലത്തെ മെറ്റീരിയൽ തന്നെയാണ് നമ്മുടെ ഈ മെഷ് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഈ ഓപ്പറേഷനൊക്കെ പോകുന്നതിന് മുമ്പ് നമ്മൾ ബാക്കി കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് നിവൃത്തിയില്ല നമ്മളുടെ ബോഡിയെ നമുക്ക് തന്നെ റീബിൽഡ് ചെയ്ത് പോഷകങ്ങൾ കൊടുത്തും വ്യായാമം ചെയ്തും റീബിൽഡ് ചെയ്ത് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക. അറ്റ്ലീസ്റ്റ് ആ ഒരു ഹെർണിയൽ സാക്ക് പോലെ ഉണ്ടാവും. ഇപ്പൊ ഈ ഇൻഗ്വേനൽ ഹെർണിയ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഡയറക്റ്റ് ഇന്റേണൽ ഹെർണിയുണ്ട്, ഇൻഡയറക്റ്റ് ഇന്റേണൽ ഹെർണിയുണ്ട്. അതിനകത്തൊക്കെ നമ്മൾ ഒരു നാച്ചുറൽ പാസേജസിൽ വീക്കായിട്ട് അതിന്റെ ഓപ്പണിങ് ചിലപ്പോൾ വീക്കായിരിക്കുന്നതായിരിക്കും. അപ്പൊ ആ സാക്കിനെ റിമൂവ് ചെയ്യുന്നത് ഒക്കെ ഈവൻ അമ്പലിക്കൽ ഹെർണിയാണെങ്കിൽ നമുക്ക് അവിടെ ഇതൊക്കെ ചെയ്യാം. പക്ഷെ അതിനു മുമ്പ് നമ്മൾ ബാക്കി പാരാമീറ്റേഴ്സ് കറക്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പോയി ഓപ്പറേഷൻ ചെയ്യുക. അല്ലാതെ ഒരു കുടവയറും വെച്ചിരിക്കുന്ന ആള് ഹെർണിയയ്ക്ക് പോയി ഓപ്പറേഷൻ ചെയ്യുകയല്ല ചെയ്യേണ്ടത്. അല്ല, കുടവയറൊക്കെ കുറച്ച് ഹെർണിയ പ്രോബ്ലം കുറയുന്നില്ല, ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും എല്ലാ ജീവിതശൈലി രോഗങ്ങളും മാറ്റി മരുന്നുകളിൽ നിന്നൊക്കെ ഫ്രീ ആയി കുടവയറും ഒക്കെ കുറച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അപ്പം നമ്മൾ ഇത് ചെയ്യാം. ഇതൊന്നുമില്ല, നമ്മൾ കുടവയറും ഒക്കെ ആയിട്ട് ഹെർണിയ ഉണ്ടോ അതും കുറിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എപ്പോഴെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ കുടൽ പോയി അതിനകത്ത് ബ്ലോക്ക് ആയി കഴിഞ്ഞ് എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ എമർജൻസി സിറ്റുവേഷനാണ്. അപ്പൊ പലവിധ കോംപ്ലിക്കേഷനും വരാം. ഈവൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ട് നല്ല 2 ചുമ ചുമച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതെല്ലാം വിട്ടുപോയെന്നിരിക്കും. അതിന് ഹോസ്പിറ്റലിനെയോ ഡോക്ടറിനെയോ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളുടെ ബോഡിയുടെ ഡെഫിഷ്യൻസിയും കൂടെ, നമ്മളുടെ ബോഡിയുടെ കപ്പാസിറ്റി എന്താണ്, നമ്മളുടെ ബോഡിയുടെ പരിമിതികൾ എന്താണ്, അതെന്താണെന്ന് മനസ്സിലാക്കി ആദ്യം അത് കറക്റ്റ് ചെയ്യാൻ നോക്കുക. എന്നിട്ടും പറ്റാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ ബാക്കി കറക്ഷൻസ് എല്ലാം ചെയ്തേച്ചിട്ട് നമ്മളൊരു സർജറി വേണ്ടി വരികയാണെങ്കിൽ ചെയ്യുവാണെങ്കിൽ അതിനുള്ള സക്സസ് കൂടാനുള്ള സാധ്യതയുണ്ട്. ഇത് എനിക്ക് എക്സസൈസ് ചെയ്യാൻ വയ്യ, എനിക്ക് ഫുഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ട, എനിക്ക് ഇൻഷുറൻസ് ഉണ്ട്, അതുകൊണ്ട് ഞാനത് ചെയ്തു. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പേഷ്യന്റ് പറയാം, അവർക്ക് ചെറിയൊരു വെരിക്കോസ് വെയിൻ ഉണ്ടായിരുന്നുള്ളൂ, കാര്യമായിട്ട് പ്രോബ്ലം ഒന്നുമില്ല.
അപ്പൊ എന്താ ചെയ്യാൻ കാരണം? അത് വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നല്ലോ. വെരിക്കോസ് വെയിനിൽ എന്താ നമ്മുടെ വെയിൻ തന്നെ എടുത്തു കളയുക ചെയ്യുന്നത്. അപ്പം എടുത്തു കളഞ്ഞ കാര്യം എന്താന്ന് ചോദിച്ചപ്പം അതവിടെ ഫ്രീ ആയിരുന്നു. നമുക്ക് മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട്, ഫ്രീ ആണ്, അതുകൊണ്ട് ചെയ്തതന്നേ ഉള്ളൂ. നമ്മുടെ ബോഡിയുടെ അവയവങ്ങൾ നമ്മൾ ഇൻഷുറൻസ് ഉണ്ടാകും, അല്ലെങ്കിൽ ഗവൺമെന്റ് ഫ്രീ ആയിട്ട് പല രാജ്യങ്ങളിലും ഫ്രീ ആയിട്ട് ചെയ്യും. അപ്പം അതെല്ലാം ഫ്രീ ആയിട്ട് എടുത്തു കളയുന്നത് കൊണ്ട് നമ്മുടെ ഭാഗങ്ങൾ തന്നെയാണ് നമുക്ക് നഷ്ടപ്പെടുന്നതെന്ന് ഓർക്കണം. ഓപ്പറേഷൻ ചെയ്യുന്നവർക്കും അതൊന്നും കാര്യമില്ല. കാരണം ഡോക്ടേഴ്സിനാണെങ്കിലും എത്ര ഓപ്പറേഷൻ ചെയ്തു എന്നനുസരിച്ചാണ്. ഈവൻ കഴിഞ്ഞ ദിവസം ഒരു പേഷ്യന്റ് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈവൻ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഇൻഷുറൻസ് ഇതിൽ പോലും ചെയ്യുന്ന ഡോക്ടേഴ്സിന് അതിന്റെ ഒരു റിന്യൂമറേഷൻ വരുന്നുണ്ട്. അപ്പം എല്ലാ ഡോക്ടേഴ്സിനും എല്ലാ ഹോസ്പിറ്റൽസിനും ഓപ്പറേഷൻസ് കൂടിയാലേ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ ഓപ്പറേഷൻ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ചോദ്യം വരും, വൈ ഓപ്പറേഷൻ കുറഞ്ഞു എന്ന്. ഒരു ഹോസ്പിറ്റലിലുള്ള ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം, ഒരു സർജിക്കൽ സ്പെഷ്യാലിറ്റി ആണെങ്കിൽ അവർ ഒരു മാസം ചെയ്യുന്ന ഓപ്പറേഷൻ കുറഞ്ഞു പോയാൽ ആ ഓപ്പറേഷൻ എന്തുകൊണ്ട്, ഇപ്പം അയാളൊരു സാലറീഡ് എംപ്ലോയി ആണെങ്കിൽ അപ്പം മാനേജ്മെന്റിന് ചോദ്യം വരും, അല്ലാതെ പറ്റില്ല. പിന്നെ മിക്കവാറും ഡോക്ടേഴ്സൊക്കെ എല്ലാം അവർ ചെയ്യുന്ന ഇതനുസരിച്ചായിരിക്കും അവരുടെ റിന്യൂമറേഷൻ വരുന്നത്. അപ്പൊ നാച്ചുറലി അവർക്ക് ചെയ്യാതെ പറ്റൂല. പിന്നെ ഏറ്റവും പ്രധാനം, ഇതൊന്നും ഇല്ലെങ്കിലും ഏറ്റവും കൂടുതൽ ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടറാണ് ഏറ്റവും വലിയ ആളായിട്ട് കണക്കാക്കുന്നത്. ഇപ്പം നമ്മൾ ഒരു ഡോക്ടർ, ഞാനും ഇതിൽ കൂടെ ഒക്കെ കടന്നു പോയത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാനും ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇതുണ്ടല്ലോ. അപ്പം എന്തുകൊണ്ട് ഓപ്പറേഷൻ ഇല്ല നമ്മൾ കാണുന്നില്ല. അപ്പം ഒരു കാലഘട്ടത്തിലൊക്കെ ഈ ഹിസ്റ്ററക്ടമീസ് ഒക്കെ ഒത്തിരി, ഞാൻ ബേസിക്കലി ഗൈനക്കോളജിസ്റ്റ് ആണ്, അപ്പൊ ഹിസ്റ്ററക്ടമീസ് ഒക്കെ ഒത്തിരി കൂടുതലാണ്. അപ്പൊ ഡോക്ടർ എന്താ ഇപ്പം ഡോക്ടർ ഓപ്പറേഷൻ ഇല്ലല്ലോ എന്നുള്ള ചോദ്യം നമ്മൾ ഫേസ് ചെയ്യേണ്ട വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് നമ്മൾ മരുന്ന് വെച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ ഞാൻ മരുന്ന് വെച്ച് കൊടുക്കാനാണ് ആ ഒരു ബേസിക് ഇൻട്രസ്റ്റ് എനിക്ക് അതാണ്. കാരണം എനിക്കറിയാം ഓപ്പറേഷൻസ് കോംപ്ലിക്കേഷൻ എന്താണെന്ന്. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് പിടിച്ചു നിൽക്കാൻ എല്ലാവർക്കും പറ്റണമെന്ന് നിർബന്ധമില്ല. അത് മാത്രമല്ല, യു വിൽ ബി ഔട്ട് ഫ്രം യു വിൽ ബി സെൻഡ് ഔട്ട്. ഇപ്പൊ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണെങ്കിൽ യു വിൽ ബി ടെർമിനേറ്റഡ് ഓപ്പറേഷൻ ഇല്ലെങ്കിൽ, കാരണം അവർക്കത് മാനേജ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഇഫ് യു ആർ വർക്കിംഗ് ഓൺ വർക്ക് ബേസ്ഡ്, അതായത് നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻസിന്റെ കണക്കനുസരിച്ചായിരിക്കും അവരുടെ റിന്യൂമറേഷൻ വരുന്നത്. അപ്പൊ യു വോണ്ട് ബി ഏബിൾ ടു, ഡോക്ടേഴ്സ് സർവൈവ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ വേണ്ടത്, ഞാൻ ഡോക്ടേഴ്സിനെ കുറ്റം പറയും, ഹോസ്പിറ്റലിനെ കുറ്റം പറയും, ദറ്റ് ഈസ് ദ ലൈഫ്. നമ്മളുടെ ഫാക്ട് എന്താണെന്ന് രോഗികളും മനസ്സിലാക്കണം. നമ്മളിൽ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമ്മളാണ് അണ്ടർ റിസ്ക്. എൻ്റെ മേത്ത് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എനിക്ക് അനസ്തീസിയയുടെ റിസ്ക് ഉണ്ട്, എനിക്ക് ഓപ്പറേഷൻ്റെ റിസ്ക് ഉണ്ട്. എൻ്റെ മേത്തൊരു ചെറിയ മുഴയാണെങ്കിൽ അത് ചെയ്യുമ്പോൾ അതിൻ്റെ റിസ്ക് അനുഭവിക്കേണ്ടത് ഞാനാണ് എന്നുള്ള ഓരോരുത്തരും മനസ്സിലാക്കണം. അനസ്തീസിയയുടെ റിസ്ക് ഉണ്ട്, ഓപ്പറേഷൻ്റെ റിസ്ക് ഉണ്ട്, അത് ഒരു റിയൽ റിസ്ക് ആണ്. പിന്നെ ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടർ പ്രീ ഓപ്പറേറ്റീവ് കെയർ പ്രോപ്പർലി തരുന്നുണ്ടോ, അതോ അന്ന് ഓപ്പറേഷൻ ചെയ്തിട്ട് പോകുന്ന ഡോക്ടറാണോ എന്നുള്ളതും കൂടെ നോക്കാം. നിങ്ങൾക്ക് ഓപ്പറേഷൻ്റെ കെയർ മാത്രമല്ല, ഓപ്പറേഷൻ സമയം മാത്രമല്ല നമ്മളുടെ ഇമ്പോർട്ടൻറ്റ്. ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അനസ്തറ്റിസ്റ്റിന് ഒരു 24 hours കഴിയുമ്പോഴേക്കും അനസ്തറ്റിക് റിസ്ക് ഇസ് ഓവർ. പക്ഷേ പോസ്റ്റ് ഓപ്പറേറ്റീവ് റിസ്ക്, സർജറി സംബന്ധിച്ചുള്ള റിസ്ക് കവർ ചെയ്യാൻ അത് മാസങ്ങൾ വേണ്ടി വന്നിരിക്കും ചിലപ്പോൾ. ആ സമയത്ത് നിങ്ങളുടെ ആ ഡോക്ടറെ ഓപ്പറേഷൻ ചെയ്ത മെയിൻ ഡോക്ടറെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നും കൂടെ ഉറപ്പാക്കണം, ഏത് ഓപ്പറേഷന് പോകുന്നതിന് മുമ്പും. ഈ ഓപ്പറേറ്റീവ് ഒരു മേജർ ഓപ്പറേഷൻ ഒക്കെ ആണെങ്കിൽ യു നീഡ് അറ്റ്ലീസ്റ്റ് ഒരു 3 months ഓഫ് പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ. മൈനർ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 month. അനസ്തറ്റിസ്റ്റിന്റെ കാര്യം 24 hours കഴിഞ്ഞ് കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബബ്ലി അനസ്തറ്റിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം റിസ്ക് വരുന്നില്ല. ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം അനസ്തറ്റിക് റിസ്കിന്റെ കാര്യങ്ങൾ അധികം വരുന്നില്ല. ഈ കാര്യങ്ങളും കൂടെ മനസ്സിലാക്കി വേണം നിങ്ങൾക്ക് ഈ കെയർ ഒക്കെ കിട്ടുന്നുണ്ടോ. എവിടെ ഓപ്പറേഷന് പോകുമ്പോൾ ആദ്യം നമ്മളുടെ ബോഡി ഓപ്പറേഷന് ഫിറ്റ് ആണോ, ആർ യു ഇൻ ദ ബെസ്റ്റ് പോസിബിൾ സിറ്റുവേഷൻ ഫോർ ദ ഓപ്പറേഷൻ. ഏറ്റവും ഫിറ്റ് ആയിട്ടുള്ള സമയത്ത് വേണം എലക്റ്റീവ് ഓപ്പറേഷൻസ് ചെയ്യാൻ. അത് അല്ലെങ്കിൽ എമർജൻസി ആയിട്ട് വല്ല മുറിവോ ഒടിവോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അന്നേരം നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പൊ പ്രീ ഓപ്പറേറ്റീവ് കെയർ പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടോ, ഡോക്ടറെ കറക്റ്റായിട്ട് കണ്ട്, അതുപോലെ അനസ്തറ്റിസ്റ്റിനെ നേരത്തെ തന്നെ കണ്ട്, ഓപ്പറേഷനെ കുറിച്ച് അനസ്തീസിയെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ കഴിഞ്ഞ്, ഇതെല്ലാം കഴിഞ്ഞ് വേണം നമ്മളൊരു ഓപ്പറേഷനിലേക്ക് പോകാൻ. അതിന്
ആ കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും കാണേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഓപ്പറേഷൻ്റെ രാവിലെ പോയിട്ടായിരിക്കും മിക്കവാറും കൺസെന്റ് സൈൻ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഡെഫിനറ്റ്ലി ഈ കൺസെന്റ് സൈനിങ് നേരത്തെ തന്നെ, അപ്പൊ ആ കൺസെന്റിലായിരിക്കും നമുക്കുള്ള റിസ്ക് എന്തൊക്കെയാണെന്ന്, മരണം വരെ സംഭവിക്കാൻ ഉള്ള സാധ്യതയുണ്ട് എന്ന് സൈൻ ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ മേടിച്ചിട്ടാണ് എല്ലാ ഹോസ്പിറ്റൽസും ഓപ്പറേഷൻ ചെയ്യുക. കാരണം എന്ത് ചെറിയ അനസ്തീസിയ ആണെങ്കിലും ചെറിയ ഓപ്പറേഷൻ ആണെങ്കിലും അതിലൊരു റിസ്ക് ഉണ്ട്, അതിന് മരണം വരെ സംഭവിക്കാം. അത് സൈൻ ചെയ്ത് കൊടുത്തിട്ട് തന്നെയായിരിക്കും നിങ്ങൾ എല്ലാവരും, നിങ്ങളെന്നല്ല ഞാനാണെങ്കിലും ഒരു ഓപ്പറേഷൻ, എവരി വൺ, ഒരു ഡോക്ടർ ആണെങ്കിലും ഡോക്ടറിന്റെ പുറത്തൊരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഇതെല്ലാം സൈൻ ചെയ്ത് കൊടുത്തിട്ടാ. അപ്പൊ അതിന്റെ റിസ്ക് എന്താണെന്നറിയാൻ പലർക്കും പേടിയാ. പക്ഷെ റിസ്ക് അറിയാതെ ഇരുന്നിട്ട് കാര്യമില്ല. അയ്യോ, നമ്മളാണ് ആ റിസ്ക് എടുക്കുന്നത്. നമ്മൾ എടുക്കുന്ന റിസ്ക് നമ്മൾ എന്താണെന്നറിയാതെ കണ്ണും പൂട്ടി ചാടുന്നതിൽ ഒരു അർത്ഥമില്ല. അത് നേരത്തെ തന്നെ ഓപ്പറേഷന്റെ റിസ്ക് ചോദിച്ച് മനസ്സിലാക്കുക. അതുപോലെ കൺസെന്റ് എന്താ സൈൻ ചെയ്യുന്നതെന്ന് നേരത്തെ പറഞ്ഞിട്ട് വേണം ഓപ്പറേഷന് ഡിസിഷൻ എടുക്കാൻ. അതാണ് നമ്മൾ മാറി വരേണ്ടത്. ഇതാരും ഇതൊന്നും അന്വേഷിക്കുകയില്ല, കണ്ണും പൂട്ടി എന്തെങ്കിലും സൈൻ ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിനെയും ഡോക്ടറിനെയും ഒക്കെ ഞാനിതൊന്നും അറിഞ്ഞില്ല എന്ന് പറയും. അങ്ങനെ ആവരുത്. നമ്മൾ കുറച്ചും കൂടെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി, നമുക്ക് എഡ്യൂക്കേഷൻ കൂടുന്നതനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി റിസ്ക് എടുത്തോണ്ട് ചെയ്യാം. നമ്മുടെ ലൈവിന്റെ സമയം ഇവിടെ അവസാനിക്കുകയായി. അടുത്ത ആഴ്ച ഇതേ സമയം വേറൊരു വിഷയവുമായിട്ട് വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.